മിസ്റ്റർ ഉമ്മൻ കണ്ടിട്ട് കുടിക്കുന്ന ആളാണെന്ന് തോന്നുന്നില്ല. Where the smoke is going up, and nothing really matters in this lonely house. മിനി സ്ക്രീനിലെ സൂപ്പർ സ്റ്റാർ, ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ചിരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന താരം രമേഷ് പിഷാരടിയാണ് ഇന്ന് എന്റെ കൂടെ. നമസ്കാരം. നമസ്കാരം. ഈ സൂപ്പർ സ്റ്റാർ എന്നുള്ള വിളിയൊക്കെ ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ടോ? മിനി സ്ക്രീനില് ഇല്ല, എന്തായാലും മിനി സ്ക്രീനിലാണല്ലോ. രണ്ടും കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ബിഗ് വരുന്നില്ല. സ്ക്രീനിലെ താരം, മിനി സ്ക്രീനിലെ സൂപ്പർ താരം, അങ്ങനെ വേണ്ടി പറയാം അല്ലെ? എന്ത് വേണേലും പറയാം, ഒരു കുഴപ്പമില്ല. താരം എന്നാണല്ലോ, ഉപദ്രവകാരി എന്നൊന്നും വിളിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് എന്ത് വേണേലും പറയാം. മലയാളികളുടെ കപിൽ ശർമ്മ എന്നൊക്കെ ചില ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പണ്ട് നമ്മുടെ ഫഹദ് ഫാസിൽ വന്ന സമയത്ത് മലയാളികളുടെ ഇമ്രാൻ ഹാഷ്മി എന്നൊക്കെ പറഞ്ഞു അല്ലേ? അത് എപ്പോഴും നമ്മൾ പെട്ടെന്നൊരു സാധനമായിട്ട് കമ്പയർ ചെയ്ത് പറയാറുണ്ട്. കാരണം എന്റെ പ്രായമുണ്ട് ഇവിടുത്തെ മിമിക്രിക്ക്, നല്ല പ്രായമുണ്ട്. അത്രയും വർഷമായിട്ട് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് മിമിക്രിക്ക് 36 വയസ്സ്. 36-37 വയസ്സ് കൂട്ടിയോ? അതിന് പേശരുത്. 3 നേരം. ഇപ്പം കപിൽ ശർമ്മയുടെ ഷോ ഞാൻ കാണുമ്പോ അദ്ദേഹം ഒരു തമാശ പറഞ്ഞാൽ സിദ്ധു ഓപ്പോസിറ്റ് മസ്ത് സബർദസ്ത് എന്ന കാര്യം ഭയങ്കര വെച്ചാണ്. ഇവിടെ ഞാൻ എന്ത് പറഞ്ഞാലും മുകേഷ് ഏട്ടൻ എന്തു ആടേ ഇത് എന്നാ തമാശയാണ്. അപ്പം അങ്ങനെ നമ്മൾ ഇതിനെ പിന്നെ ഞങ്ങൾ അതിനെ ഒരു വീടാക്കി. പലതും ഇപ്പൊ മലയാളത്തിന്റെ കപിൽ ശർമ്മ എന്ന് വിളിക്കുന്നവരുണ്ട്, കേരളത്തിന്റെ അമീർ ഖാൻ എന്ന് വിളിക്കുന്നവരുണ്ട്. കേരളത്തിന്റെ അമീർ ഖാൻ അത് ഏത് വഴിയില്ല അങ്ങനെ വിളിക്കുന്നുണ്ട്, ചിലർ വിളിക്കുന്നുണ്ട്. അല്ല, അത് ഏത് അർത്ഥത്തിനാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. പൊക്കമാണോ, സിക്സ് പാക്ക് കാണുന്നതാണോ, ഗ്ലാമർ ആണോ, എന്ത് കണ്ടിട്ടാണ് ഇവരിങ്ങനെ വിളിക്കുന്നത്? സത്യമേവ ചെയ്ത പോലത്തെ പരിപാടിയൊന്നുമല്ല എന്തായാലും രമേഷ് പിഷാരടി ചെയ്യുന്നത്. എന്നിട്ട് അതും സത്യമേവ ചെയ്തല്ല, നുണയോട് നുണ. ആരാണ് കൂടുതൽ നുണ പറയുന്നതെന്ന് പറയുന്നുള്ള പരിപാടി ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ പലതും വിളിക്കും ആൾക്കാര്. എപ്പോഴെങ്കിലൊക്കെ മുകേഷിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവിടെ കപിൽ ശർമ്മ ചെറിയ തമാശ പറയുമ്പോൾ പോലും സിദ്ധു അവിടെ പൊട്ടിച്ചിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കുറച്ചുകൂടിയൊക്കെ ഒന്ന് അനങ്ങി ചിരിച്ചുകൂടിയെന്ന്. ഇല്ലില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് ഞങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര വേണേലും പറയാന്നുള്ള കോൺട്രാക്റ്റാ. അവിടെ അത് പറയാം. നമുക്ക് ഇവിടെ അങ്ങനെ നമ്മൾ തന്നെ നല്ലതെന്ന് പറഞ്ഞാൽ 3ന്റെ അന്ന് അതിനൊരു തീരുമാനമായി. ഇതിപ്പോ 3-4 വർഷം ആയില്ലേ, ഈ തീരുമാനത്തിന്മേലെ പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പോഴും മലയാളികളെ വെറുപ്പിക്കാത്ത അപൂർവം അവതാരകരിൽ ഒരാൾ എന്നുള്ളതാണ് രമേഷ് പിഷാരടിയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ആണോ? ആയിരിക്കും. കേട്ടിട്ടില്ല എന്നും പറയുന്നത്. അത്രയും വിനയല്ല, ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു, വേർപ്പിച്ചിട്ടില്ല. ഈ അവതാരകൻ എന്ന് പറയുമ്പോൾ ഞാൻ 100% അവതാരകനാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. ഐഡന്റിറ്റി ക്രൈസിസ് ഞാൻ അവതരിപ്പിക്കുന്നുണ്ട്, പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പൊ രഞ്ജിനി 100% അവതാരകയാണ്. ഞാൻ അവതാരക, അതൊരു വിഷയം വരുന്നു. അത് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ മിമിക്രിക്കാരനാണോ, എന്നാൽ അതും കൊള്ളാം. ഇത് കഴിഞ്ഞപ്പോ സിനിമയിലും ഉണ്ട്, എന്നാൽ മറ്റേലും ഉണ്ട്. ഇതുണ്ട്. അപ്പൊ മൊത്തത്തിൽ ഇത് ഒരു കലാപ്രസ്ഥാനത്തിൽ പലതും ചെയ്യുന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ടതല്ലേ ഒരു കലാകാരൻ എന്ന് പറഞ്ഞൊരു ഓൾറൗണ്ടറാണ്. ഇപ്പൊ ഒരു മൾട്ടി ടാസ്കിങ് അങ്ങനെ ഉണ്ട്, പലതും ചെയ്താലേ നിൽക്കുള്ളൂ. അല്ലാതെ ഒറ്റ മിനിമം എല്ലാം ചെയ്യണം. വിനീത് ശ്രീനിവാസൻ, അനൂപ് മേനോൻ, ഇങ്ങനെ കുറെ പേര് ഇങ്ങനത്തെ പരിപാടി ഉണ്ട്. ഇല്ലെങ്കിൽ അത്, അതില്ലെങ്കിൽ ഇത്. പല കൃഷി ഒന്നിച്ച് ചെയ്താലേ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ, ഒറ്റയ്ക്കുള്ള പരിപാടി ഇല്ല. നിങ്ങളുടെ യാത്രകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം തിരഞ്ഞെടുക്കാൻ ടേസ്റ്റി സ്പോട്സ്. ഇതൊരു ഹോട്ടലോ റെസ്റ്റോറന്റോ അല്ല, ഇതൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. ആൻഡ്രോയിഡിലും iOS ഉണ്ട്. ഒന്ന് പരീക്ഷിച്ചു. ടേസ്റ്റി സ്പോട്സ്. പിഷാരടിയുടെ ഒരു ഫാമിലിയിൽ നിന്ന് ഒരാൾ മിമിക്രിയിലേക്ക് വരുന്ന സമയത്ത് ഒരു ചെറിയ അങ്കലാപ്പും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു. ചെറുതൊന്നുമല്ല, വലിയ അങ്കലാപ്പും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. കാരണം നോർമൽ ഫാമിലിയിൽ നിന്ന് വരുന്ന പോലെയല്ല ഒരു പിഷാരടി കുടുംബത്തിൽ നിന്നൊക്കെ വരുമ്പോൾ. ഗവൺമെന്റ് ഇപ്പോഴും കടുവയെ സംരക്ഷിക്കുന്നുണ്ട്, എന്നാൽ പിഷാരടിമാരെയാണ് സംരക്ഷിക്കേണ്ടത്. കേരളത്തിൽ കടുവയേക്കാൾ കുറച്ചേ ഉള്ളൂ പിഷാരടിമാര്. വളരെ ലോകത്ത് അപൂർവ ഇനമാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. പിന്നെ ഇത് ടിക്കറ്റ് വെച്ച് കാണാൻ വെച്ച ആൾക്കാർ വന്ന് കണ്ടിട്ട് പോകും. പിഷാരടിക്ക് ഇത്രയും ആൾക്കാർ കാണാൻ വളരെ, അതായത് ഈ ലോകത്ത് തന്നെ 10-12,000 പേരേ ഉള്ളൂ. പിഷാരടി സമാജം എന്ന് പറഞ്ഞൊരു സമാജമൊക്കെ ഉണ്ട്. അതിൽ 10,000 പേരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. അതിന്റെ ഒരു 10-12,000 പേര് കഷ്ടിച്ചുള്ളൂ. ഇത് പറഞ്ഞാൽ ഞാൻ ഇതിന്റെ അഖില ലോക യൂത്ത് വിംഗ് സെക്രട്ടറി ആയിരുന്നു.
എന്റെ അമ്പേ. ആകെ 5000 പേരേ ഉള്ളൂ. അഖില ലോകമാണെങ്കിലും 5000 പേരേ ഉള്ളൂ. ഈ എണ്ണത്തിൽ ഭയങ്കര കുറവാണിത്. അപ്പൊ ഗവൺമെന്റ് പദ്ധതികളൊക്കെ ഇട്ട് സൂക്ഷിച്ചു വെച്ചാൽ കൊള്ളാം. ഇപ്പൊ പറയാറുണ്ട് അത്യാവശ്യം അങ്ങനെയുള്ള മീറ്റിങ്ങുകളിലേക്ക് ചെന്നിട്ട് ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധനായ പിഷാരടി ഞാനാണെന്ന്. ഞാൻ പറയാറില്ല, പക്ഷെ പിഷാരടിമാർക്ക് പൊതുവെ ഇപ്പം കോട്ടയം നസീർ അല്ലെങ്കിൽ സാജം കള്ളുരുത്തി എന്ന് പറയുന്ന ഒരു രമേശ് പിഷാരടി എന്നൊക്കെ പറഞ്ഞപ്പോ ഒരു കാലത്ത് ആൾക്കാർ ഈ പിഷാരടി എവിടെയാ സ്ഥലം, ഒരു സ്ഥലപ്പേരാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ആ ക്രൈസിസ് സിനിമകളിൽ മാത്രമേ ഈ പിഷാരടി ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. രമേശ് പിഷാരടിനെ കേൾക്കുന്നതിന് മുൻപ്. നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു പിഷാരടി ഉണ്ടാവില്ല, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഉണ്ടാവില്ല, വളരെ പാടാ, കിട്ടിയ ഭാഗ്യം എന്നുള്ളതാ. അപ്പോ ഇപ്പൊ കുറെ പിഷാരടിമാര് അങ്ങനെ പറയാറുണ്ട്. ഇപ്പൊ ചെന്ന് നമ്മൾ ഇന്നടുത്താണ്, ഇപ്പം ഒരാളിപ്പം നമ്മൾ വീടെവിടെ ഗുരുവായൂർ അമ്പലത്തിനടുത്താണോ, ഇതെന്റെ കൂടെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഒരാൾ എവിടെയും ചെന്നിട്ട് ഞാൻ പിഷാരടിയാന്ന് പറഞ്ഞാൽ രമേശ് പിഷാരടിയുടെ ആരെങ്കിലും ബന്ധമാണോ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ ചെറുതായിട്ടുണ്ടായിട്ടുണ്ട്. കുറഞ്ഞ കാര്യം തന്നെ, ഒരു അഭിമാനമുള്ള കാര്യമാണ് തീർച്ചയായിട്ടും. പിഷാരടി കുടുംബത്തിന്റെ അതിലെ എണ്ണം കുറവായിട്ട് രക്ഷപ്പെട്ട് ഉമേക്കഞ്ഞൻ സർവജ്ഞൻ എന്ന് പറഞ്ഞ പോലെ എണ്ണത്തിൽ ഇത് വലിയ രാജ്യത്ത് മുറി മൂക്കനാണ് രാജാവ്. മുറിമുഖം പൊരിച്ചു നിൽക്കുക. എല്ലാ പിഷാരടിമാരും ഇങ്ങനെ ചുവന്ന് തൊടുത്തിരിക്കുന്ന ആൾക്കാരാണ്. കുറെ പേരൊക്കെ ഇത് ശരിക്കും ചുമപ്പല്ല, ഇലക്കറികളിൽ കുറവുണ്ട്, അനീമിയ, വിളർച്ച എന്ന് പറയുന്ന ഒരു സാധനമാണ് പിഷാരടിമാരൊക്കെ. എല്ലാരും അല്ല, പലതരത്തിലുണ്ട്. വെജിറ്റേറിയൻ ആണോ? ഞാൻ വെജിറ്റേറിയൻ ആണ്. ഫുൾ വെജിറ്റേറിയൻ ആണ്. ഫുൾ. ഞാൻ ഇടക്കാലത്ത് തുടങ്ങി നോക്കി. അതായത് ഞാൻ വെജിറ്റേറിയൻ ആയിട്ട് കുറെ നാൾ വരെ ഇല്ല, ഞാൻ കലാപരിപാടികളൊക്കെ ശക്തമായി തുടങ്ങിയപ്പോ ഞാൻ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടായി തുടങ്ങി. നമ്മൾ 20 പേരോട് വിദേശം എല്ലാ കൂടുതലുണ്ടായിരിക്കും സ്പ്രൈറ്റ് പിടിച്ചിട്ടിരിക്കുന്ന ഒരുത്തൻ എന്ന് പറയുന്ന പോലെ അതുപോലെ ഒരുത്തനായി. അപ്പോൾ ഇപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടി മാത്രം തോരനൊക്കെ ഉണ്ടാക്കേണ്ടി വരും. ഇതെല്ലാരും തിന്നില്ലെങ്കിലും എല്ലാവർക്കും ഉണ്ടാക്കണം, ഞാൻ മാത്രമേ എടുക്കുള്ളൂ. പിന്നെ എനിക്ക് കൊണ്ടുതരുമ്പോ ഞാൻ വെയിറ്റ് ചെയ്ത് ഞാൻ അപ്പോഴറിഞ്ഞു അയ്യോ പറഞ്ഞിട്ട് ഇതിങ്ങനെ അവർക്ക് ബുദ്ധിമുട്ടായപ്പോ ഞാൻ വേറൊരു ദിവസം ഞാൻ പറഞ്ഞു എനിക്ക് മീൻകറി വേണ്ട സാമ്പാർ മതി എന്ന് പറഞ്ഞപ്പോ ഒരു ഹോട്ടലിൽ അതിൽ കിടന്ന കയ്യിലെടുത്തിട്ട് സാമ്പാർ പോലും എനിക്ക് ഒഴിച്ചു തന്നു. എനിക്ക് ഇത് വലിയ പാടാന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ തുടങ്ങി. ഏറ്റവും ആദ്യമായിട്ട് രമേശ് പിഷാരടി കഴിച്ച നോൺ വെജ് ഫുഡ് എന്തായിരുന്നു? ബീഫ്. എന്നിട്ട് എന്താക്കി? അത് ഞാനൊരു കാര്യം പറയും, ഇത് ആദ്യമായിട്ട് തിന്ന ദിവസം അങ്കമാലി പ്രശാന്ത് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് എനിക്ക് വായിൽ വെച്ച് വന്നൊരു ചടങ്ങായിട്ടാണ് അത് നടത്തിയത്. ഞാൻ ഗ്രൂപ്പിലുള്ള എല്ലാരും കൂടി ഇരുന്ന് നിന്ന് ചോറൂണ് പോലെ എനിക്ക് തന്നു. ബീഫ് കൊടുക്കൽ അത് കോഴിക്കോടുള്ള ഒരു ഹോട്ടലിൽ വെച്ച് എനിക്ക് ബീഫ് തന്നു. എന്നിട്ട് ഞാൻ തിന്നു. എന്നിട്ട് ഇവര് പോയി കഴിഞ്ഞ ഉടനെ എന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ റൂമിൽ നിന്ന് തിരിച്ചു പോയിട്ട് വേറൊരു ഹോട്ടലിൽ പോയിട്ട് ഞാൻ മീൻ തിന്നു. എന്നിട്ട് കുറച്ച് തന്നെ ആ പ്രദേശത്ത് കിട്ടാവുന്ന കണവ, കൊഞ്ച്, കക്കയിറച്ചി എന്ന് വേണ്ട എന്തൊക്കെ സാധനങ്ങളുണ്ടല്ലോ അതെല്ലാം ഞാൻ തിന്നു. ഇത്ര വർഷം കൊണ്ട് തിന്നാത്തതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് തിന്നു തീർക്കാൻ 26 വയസ്സായി, 25 വയസ്സിൽ ആദ്യമായിട്ട് ഇതെല്ലാം തിന്നു. ഒരു ദിവസം ഞാൻ ഇതെല്ലാം തിന്നു. ആ കഥയിലേക്ക് പടക്കും. ബീഫ് ഏറ്റവും ആദ്യം കഴിച്ചപ്പോ എന്താ തോന്നിയത്? ബീഫ് ഏറ്റവും ആദ്യം കഴിച്ചപ്പോൾ കുഴപ്പം എന്ന് വെച്ചാൽ നമുക്ക് ഈ റോഡിന്റെ സൈഡിൽ നിൽക്കുന്ന പോത്തിന് ഓർമ്മ വരും. അത് തമാശല്ല. നമ്മളിപ്പോ ക്യാരറ്റ് ഒക്കെ തിന്നുമ്പോ നിങ്ങൾ ചെടിയൊക്കെ ഓർക്കുന്നുണ്ടോ തക്കാളി ഓർക്കുന്നുണ്ടോ അറിയില്ല, പക്ഷെ നമുക്ക് ഇതെടുത്ത് കഴിക്കുമ്പോ റോഡിന്റെ ചുറ്റും പുറത്ത് നിൽക്കുന്ന ഒരു ഫീല് വരും. അത് ആദ്യമായിട്ട് തിന്നുമ്പോ ഇത് കഴിക്കുമ്പോ അതിന്റെ നമുക്കൊന്നും ഓർമ്മയില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ ഒരു ജനിസിന്റെ മുമ്പിൽ കിട്ടിയപ്പോ ചോദിച്ചതാ ഈ പോത്തിനെ കടിച്ച പോലെ ഉണ്ടോ. ഞാൻ അതിനെ വളരെ നാക്കിന്റെ പല ഭാഗത്തിട്ടൊക്കെ രുചിച്ച് നോക്കിയൊക്കെ എന്നെ തിന്നത്. പിന്നെ ഞാൻ എല്ലാം കൂടെ തിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് വീണ്ടും അത് നമ്മൾ ചെറുപ്പത്തിലെ തുടങ്ങാത്തത് കാരണം ഇതൊരു വലിയ ആവശ്യമായിട്ട് തോന്നാത്തത് കൊണ്ടും പിന്നെ ഞാൻ എന്റെ അച്ഛനും അമ്മയൊന്നും ഇപ്പോഴും കഴിക്കൂല. എനിക്ക് പിള്ളേർക്ക് ഞാൻ കൊടുത്തു തുടങ്ങിയിട്ടില്ല. അപ്പൊ ഞാൻ നാളെ പിള്ളേര് വളർന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് തന്നില്ല അച്ഛൻ തിന്നു എന്നൊക്കെ പറയേണ്ട വ്യവസ്ഥ വേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അവര് വേണേ കഴിക്കട്ടെ എന്ന് കൂട്ടത്തിൽ ഞാൻ ഒറ്റ നിർത്തല് വീണ്ടും നിർത്തി. ഇനിയിപ്പൊ മുട്ട കഴിക്കും, മുട്ടേറിയൻ. അവതാരകൻ എന്നുള്ള രീതിയിലാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ളത്. കാരണം പലപ്പോഴും രമേശ് പിഷാരടി പല വേദികളിലും അങ്ങനെ കൂടുതൽ മിമിക്രി ഒന്നും കാണിച്ച് ഹിറ്റായിട്ട് എടുക്കണല്ല കണ്ടേക്കണേ. കൗണ്ടറിന്റെ ഉസ്താദ് എന്നുള്ളതാണ് എപ്പോഴും രമേശ് പിഷാരടിയുടെ ഒരു ഐഡന്റിറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ശരിയാണോ? ഐഡന്റിറ്റി ആയിട്ട് ആൾക്കാർ അത് തന്നെയാണ് എന്നോട് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പറയുന്നത് നിങ്ങൾ പെട്ടെന്നൊരു ഒരുപാട് ആലോചിക്കാതെ പെട്ടെന്ന് ഉത്തരങ്ങൾ പറയുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇൻസ്റ്റന്റ് പരിപാടികൾ എവിടുന്ന ഈ ശീലം തുടങ്ങി? അത് നമുക്ക് നമ്മുടെ സൗഹൃദ സദസ്സുകൾ നമുക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടല്ലോ. നമ്മളിപ്പോ ഇപ്പോഴല്ലേ എല്ലാവരും മൊബൈലിലായി പോയത്. നമ്മുടെ വളർച്ചയുടെ കാലത്ത് നമ്മുടെ ഗ്യാങ് എന്ന് പറയുന്ന ഒരു വലിയ ഗ്യാങ് ആണ്. ഏറ്റവും കൂടുതൽ കൗണ്ടർ പറയുന്ന ആള് രമേശ് പിഷാരടി. അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇത് വേണം. നമ്മളിപ്പോ കോളേജ് വിട്ട് പെൺപിള്ളേരെ ബസ് കയറ്റി വിട്ടിട്ടല്ലേ നമ്മൾ പോവുള്ളൂ. നമ്മളൊരു 5-6 ആണുങ്ങളും 3-4 പെണ്ണുങ്ങളും കൂടെ നിൽക്കുമ്പോൾ ഇവരുടെ മുന്നിലൊക്കെ സ്റ്റാർ ആവണമെങ്കിൽ നമ്മൾ അടിച്ചടിച്ച് നിന്നേ പറ്റുള്ളൂ. അതിനടിച്ചടിച്ച് നമ്മുടെ കൂട്ടുകാരെ ചെറുപ്പത്തിൽ വിട്ട് പറഞ്ഞാണ് ഈ ഒരു ശീലത്തിലേക്ക് വരുന്നത്. രമേശ് പിഷാരടി കൗണ്ടർ പറഞ്ഞിട്ട് തോറ്റുപോയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ രമേശ് പിഷാരടി തോറ്റുപോയിരിക്കുന്നത്? നമ്മൾ തോറ്റുപോയിരിക്കുന്ന ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. സിനിമയിൽ ആരായിരിക്കും? മലയാള സിനിമയിൽ പെട്ടെന്ന് ആളുകൾക്ക് റെക്കഗ്നൈസ് ചെയ്യാനാണെങ്കിൽ എന്ന് വെച്ചാല് സിനിമയിൽ ഞാൻ അത്ര സിനിമ അഭിനയിച്ചിട്ടില്ലല്ലോ. എന്നാലും നേരിട്ട് ഒരുപാട് സൗഹൃദ സംഭാഷണങ്ങൾ ഉണ്ടാവും, ഇത്രയും സ്റ്റേജ് ചെയ്യുന്നുണ്ടാവും, ഇത്രയും യാത്രകൾ ചെയ്യുന്നുണ്ടാവും. എന്റെ പൊന്നലിയ നിങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഞാനില്ല എന്ന് എപ്പോഴെങ്കിലും രമേശ് പിഷാരടി കൈകൂപ്പിയിട്ടുണ്ടോ ആരുടെയെങ്കിലും മുൻപിൽ? അതിനുള്ള അവസരം ഉണ്ടല്ലോ. എങ്കിലും എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. എനിക്ക് വളരെ ശ്രീനിയേട്ടൻ പറയുന്ന കൗണ്ടറുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഇന്നസെന്റ് ഏട്ടൻ, മുകേഷ് ഏട്ടൻ,
ഇവരൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ് കഴിഞ്ഞ് ആലോചിച്ചാല് നല്ല തട്ടാണല്ലോ നമുക്കിട്ട് തട്ടിയിട്ട് പോയെന്നുള്ളത് മനസ്സിലാവും. ആ നമ്മള് പിറ്റേ ദിവസം പുള്ളി ശരിക്കും നല്ല വറപ്പാണല്ലോ നമുക്കിട്ട് വറുത്തെന്ന് മനസ്സിലാവണമെങ്കിൽ ഒരു ദിവസം കഴിയണം. ഇവര് മൂന്നുപേരൊക്കെ പറയുന്ന കൗണ്ടറുകളാണ് എനിക്ക് ഏറ്റവും രസമായിട്ട് തോന്നിയിട്ടുള്ളത്. പൊന്നോണം വിത്ത് ലാലേട്ട എന്നൊരു ഷോ ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് ജഗദീഷ് ചേട്ടനാണ് ആങ്കർ. അപ്പൊ ജഗദീഷ് ചേട്ടൻ ആങ്കർ ചെയ്തുകൊണ്ടിരിക്കുമ്പം ശ്രീനിയേട്ടൻ കയറി വന്നപ്പോൾ ശ്രീനിയേട്ടൻ തകരച്ചണ്ട എന്ന് കണ്ടിട്ട് പടത്തിന് മുട്ട അടിച്ചിരിക്കുക. പുള്ളി സ്റ്റേജിൽ കയറി വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ജഗദീഷ് ചേട്ടൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ശ്രീനിവാസൻ മുട്ട അടിച്ചിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ മുട്ട, എന്തിനാണ് ഇങ്ങനെ മുട്ട അടിച്ചിരിക്കുന്നത്, അത് ജനങ്ങൾക്കെല്ലാം അറിയാൻ കൗതുകം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചപ്പോൾ ശ്രീനിയേട്ടൻ പറഞ്ഞു, ജഗദീഷ് ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ഇത് ഞാൻ മുട്ടയടിച്ചതിന്റെ ആഘോഷമാണ് എന്നുള്ളതാണ്, ഇത് മോഹൻലാലിന്റെ 25ന്റെ ആഘോഷമാണെന്ന് പുള്ളി. ഇങ്ങനെ ചില സമയത്ത് ഇവര് നല്ല രസമായിട്ട് ചില സാധനങ്ങൾ പറയും. അത് അവർക്കൊന്നും ആ ഒരു ബാച്ചിന് മുഴുവൻ, അത് ജഗദീഷ് ചേട്ടനാണെങ്കിൽ ഇവർക്കാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊരു വിഷമമില്ല. നമ്മുടെ ബാച്ചിനും അങ്ങനെയായിരുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ വിഷമമില്ലാത്തതുകൊണ്ട് ഇത് പറഞ്ഞു പറഞ്ഞ് നമുക്ക് ധൈര്യം വന്നാണ്. ഇപ്പൊ പക്ഷെ പുതിയ പിള്ളേരൊക്കെ ചില കൗണ്ടറൊക്കെ അടിച്ച് മൂഡ് ഔട്ട് ആയി പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വളരെ റെസ്ട്രിക്റ്റഡ് ആണ്. പിന്നെ ഞാൻ കൗണ്ടർ അടിക്കുന്നുണ്ടെങ്കിൽ എല്ലാരും പറയുന്ന പോലെ ഒരുപാട് കയറി ഒരുത്തിനെ വേദനിപ്പിക്കുന്ന സാധനങ്ങൾ അത്ര പറയാറില്ല. ഞാനും രഞ്ജിനിയും പല സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനും പേളിയും പല അതൊക്കെ ആഘോഷവും. അതായത് രഞ്ജിനി ഹരിദാസിന് രമേശ് പിഷാരടി കൊടുത്ത ചുട്ട മറുപടി ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. പക്ഷെ രഞ്ജിനിയൊക്കെ ഒരു ക്യാരക്ടറുള്ള ആളാണ്. ഞങ്ങളൊക്കെ തമ്മിൽ ആ സിങ്ക് ഉണ്ട്. ഞാൻ ഇത് അവളോട് പറയും, ഞാൻ ഇന്നൊരു സാധനം ചേട്ടാ പറ നമുക്ക് രസം ഉണ്ടാക്കാന്ന് പറഞ്ഞു അങ്ങനെ പറയുന്നതായിരിക്കുള്ളൂ, അല്ലാതെ ഒരാളെ വേദനിപ്പിക്കുന്ന കൊണ്ട് അടിക്കത്തില്ല. പല ആളുകളും സ്വന്തം ഒരു തമാശ പറഞ്ഞു കഴിയുമ്പോൾ അവരെ ഏറ്റവും കൂടുതൽ ശരിക്കും. പക്ഷെ രമേശ് പിഷാരടിയുടെ കാര്യത്തില് ഒരു തമാശ പറഞ്ഞു കഴിഞ്ഞാൽ രമേശ് പിഷാരടിയുടെ മുഖത്ത് നിന്നൊന്നും മനസ്സിലാവില്ല. അതിന്റെ കാരണം താജ്മഹൽ ആണെങ്കിലും ആദ്യം കണ്ട സുഖം രണ്ടാമത് ഉണ്ടാവില്ല. അതിന്റെ ഫ്രണ്ടിൽ കട നടത്തണവന് താജ്മഹൽ ഒരു ചുക്കുമല്ല എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഈ തമാശ നമ്മുടെ മനസ്സിലുണ്ടായല്ലോ, അവിടെ ഒരു ചിരി കഴിഞ്ഞു. ഇത് പറയുമ്പോഴത്തേക്ക് പിന്നെ രണ്ടാമത് എന്തോ ചിരിക്കാനെന്നുള്ള അവസ്ഥയായി പോകും. രണ്ടാമതല്ലേ നമ്മൾ കേൾക്കുന്നത്, ആൾക്കാരല്ലേ ആദ്യം കേൾക്കുന്നത്, അതുകൊണ്ടായിരിക്കും തമാശ പറയുമ്പോൾ ചിരിക്കാത്തത്. രമേശ് പിഷാരടിനെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചിട്ടുള്ളത് ആരാണ്? ഞാൻ ഏറ്റവും കൂടുതൽ ചിരിച്ചിട്ടുള്ളത് 100% ശ്രീനിവാസന്റെ തമാശകൾ കേട്ടിട്ട് തന്നെയാണ്. ഞാൻ അത് അദ്ദേഹത്തിന്റെ പടങ്ങളൊക്കെ ഞാൻ എത്ര തവണ കണ്ടിട്ടുണ്ടെന്നുള്ളതിനൊന്നും കയ്യും കണക്കുമില്ല. അതിനൊരു പ്രത്യേക സുഖമുള്ള തമാശകളാണ് പറയുന്നത്. എപ്പോഴും ഒരു ചെറിയ ഹാങ് ഓവർ ഉണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇത്തിരി ബുദ്ധിപരമായിട്ടുള്ള തമാശകളൊക്കെ രമേശ് പിഷാരടി പലപ്പോഴും പറയും. ഉണ്ടാവും, ഹാങ് ഓവർ ഉണ്ടാവും, വലിപ്പുകളല്ല വരിക. അത് ഇപ്പത്തെ പിന്നെ എത്ര വലിയ തമാശക്കും ചളി എന്നുള്ള പേരിലാണ് മൊത്തത്തിൽ അറിയപ്പെടുന്നത്. ഇന്റർനാഷണൽ ചളിയായി ഇത്. പക്ഷെ ശ്രീനിയേട്ടന്റെ തമാശകളാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്. സമൂഹത്തിന്റെ പ്രതിഫലനം ഉണ്ടാവും എപ്പോഴും. ഇഷ്ടംപോലെ കൈയടി കിട്ടിയിട്ടുള്ള ആളാണ് രമേശ് പിഷാരടി. അതെ, ഭയങ്കര കൂലി കിട്ടിയിട്ടുണ്ടോ? നല്ല കൂലി കിട്ടിയിട്ടുണ്ട്. നല്ല കൂലി കിട്ടിയിട്ടുണ്ട്. അതാണ് ഇത്ര സ്ട്രെങ്ത്. ഇപ്പോഴും ഒരുപാട് കിട്ടിയിട്ടില്ല, പക്ഷെ കിട്ടിയിട്ടുണ്ട്. ഞാനത് വേറൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അവർ വലിയ കഥ, അതുകൊണ്ടാണ് ഞാൻ കൂലി കിട്ടിയത് പറയാത്തത്. ഇപ്പൊ കൂവി കഴിഞ്ഞാൽ പഴയ കൂവലിന്റെ അത്രയും ഇതായിട്ട് നിന്നിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ കുറച്ചുകൂടി വലിയ ആളായില്ലേ? പണ്ടൊക്കെ കൂവി കഴിഞ്ഞാൽ നമ്മൾ വളർന്നു വരുന്ന ഒരു ആളാണല്ലോ എന്നുള്ളത് തോന്നലുണ്ടാവും. പക്ഷെ ഇപ്പൊ കുറച്ചും കൂടെയൊക്കെ വലുതായില്ല. ഇപ്പൊ അത്രയ്ക്ക് കൂവലില്ല. നമുക്കറിയാം ഇതിനെ സ്പോട്ട് കഴിഞ്ഞാൽ തട്ട് കിട്ടുമെന്ന് അറിയുന്നതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടും. പണ്ട് നമുക്ക് എവിടെ തട്ടിടണമെന്ന് അറിയാൻ പാടില്ല, നമ്മളെ നിന്ന് കാണിക്കുമല്ലേ. കൂവലെന്ന് പറയുന്നത് എന്തോ നിർത്താനുള്ള അടയാളം പോലെ, അത് കൂവുന്ന വരെയാ പരിപാടി. അല്ലാതെ അതാണ് ഡെഡ്ലൈൻ. അതാണ് ഡെഡ്ലൈൻ, കൂവുന്ന വരെ പരിപാടി. കയറി കഴിഞ്ഞാൽ എപ്പോഴാണ് കൂവൽ, അപ്പൊ കൂവി തുടങ്ങി. എന്നാ നന്ദി, നമസ്കാരം, അങ്ങനെയായിരുന്നു. നിങ്ങളുടെ യാത്രകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം തിരഞ്ഞെടുക്കാൻ ടേസ്റ്റി സ്പോട്സ്. ഇതൊരു ഹോട്ടലോ റെസ്റ്റോറന്റോ അല്ല, ഇതൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. ആൻഡ്രോയിഡിലും iOS-ലും ഉണ്ട്. ഒന്ന് പരീക്ഷിച്ചു. ടേസ്റ്റി സ്പോട്സ്. ഇപ്പൊ മിനി സ്ക്രീനിൽ നിന്ന് വീണ്ടും രമേശ് പിഷാരടി ബിഗ് സ്ക്രീനിലേക്ക് എത്താൻ പോകുന്നു. രാമന്റെ ഏദൻ തോട്ടം എന്ന സിനിമയിലൂടെ. എങ്ങനെയുണ്ട് പിഷാരടിയുടെ ഈ പുതിയ ഏദൻ തോട്ടം? ചാക്കോച്ചന്റെ ഏദൻ തോട്ടമാണ്. രാമൻ ചാക്കോച്ചനാണ്. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു രാമൻ ഞാനാകാനായിട്ട്. നല്ലതാണോ? ഹനുമാൻ പോലും ആകണമെന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കേണ്ടിരിക്കുക. അത് അലുവ പോലെയാ, നമ്മള് തിന്ന് മനസ്സിലാക്കേണ്ടതാണ് സിനിമയിൽ. അതിനെപ്പറ്റി നമ്മൾ എത്ര പറയുന്നതിലും കാര്യമില്ല. ഈ രാമന്റെ ഏദൻ തോട്ടം വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലത്ത് ഷൂട്ട് ട്രെയിലർ കാണുമ്പോൾ തന്നെ ഈ ചെളിയൊക്കെ തേച്ചിട്ട് കുളിച്ചായിട്ടല്ലോ ഒരു ഇതാ എന്ന് പറയുന്നത്. മരവും കാറ്റും പ്രകൃതി എന്നൊക്കെ പറയുന്ന സാധനം, അതിനോടൊക്കെ മനുഷ്യന് നമ്മൾ എന്ത് വന്നാലും ഈ മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയേക്കുന്ന നല്ല എല്ലാ ജീവിയും ഉണ്ടാക്കി. ഇപ്പൊ ഹിമക്കരടി അറിയാതെ പോലും ഒരെണ്ണം നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നില്ലല്ലോ. അത് ഹിമമുള്ളിടത്ത് തന്നെയാണല്ലോ ഉണ്ടാകുന്നുള്ളൂ. ഈ ഒട്ടകം മരുഭൂമി നിൽക്കാൻ കപ്പാസിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ ഒട്ടകത്തിന് ടൗണിൽ ഒന്നും വേണം നിൽക്കാം, പക്ഷെ ഒട്ടകം അവിടെ തന്നെ അല്ലേ പ്രകൃതിയെ ഉണ്ടാകുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മളെല്ലാം. ഈ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ പലയിടത്തൊക്കെ പോകുന്നുണ്ടെങ്കിലും
മലയാളിയായിട്ട് ജനിച്ചാൽ ഇവിടുത്തെ ജനിച്ചാൽ നമ്മൾ ഇവിടുത്തെ ഭൂപ്രകൃതിയുമായിട്ട് നമുക്ക് നല്ല ബന്ധമാണ്, നമ്മൾ അറിയാതെയുള്ള ഒരു ബന്ധമാണ്. എനിക്കിപ്പോഴും അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ ഒക്കെ പോയാൽ വിളിക്കാത്ത കല്യാണത്തിന് ഒരു ഫീലിംഗാണ്. കാരണം നമുക്ക് പരിചയമുള്ള മരമില്ല, മരത്തിനൊക്കെ ചുവന്നയില്ല, അല്ലെ വേറെ ഒരു സൈസ് കിളികളൊക്കെ റോട്ടിലിരിക്കുന്നു. ഇതൊന്നും നമ്മുടെ അല്ല, നമ്മൾ വെറുതെ അങ്ങോട്ട് പോയെന്ന് അവിടെ അങ്ങനെ ഈ മനുഷ്യനും പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തെ വളരെ പരോക്ഷമായിട്ട് രണ്ടു ഈ പടത്തിൽ പറയുന്നുണ്ട്, അതിന്റെ ഒരു ആവശ്യകതയെ കുറിച്ച് പറയുന്നുണ്ട്. ഒപ്പം രാമന്റെ തോട്ടം ഒരു വർത്തമാനകാല പ്രണയകഥയാണ്. പ്രണയം എല്ലാ കാലത്തും ഒന്നാണെങ്കിലും വർത്തമാനകാലത്തിൽ ഈ പ്രണയത്തിന് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഇതിന്റെ ഒരു കുറച്ച് ആഡ് ഓൺസ് വന്നിട്ടുണ്ട്. നമ്മൾ പലരും അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിൽ പിരിയുന്നു, നമ്മൾ എന്താ കാരണം എന്നൊക്കെ ചോദിച്ചാൽ അത് അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല, വേവ് ലെങ്ത്തും ശരിയല്ല എന്നൊക്കെ. ഇതൊക്കെ എന്താന്ന് ഇപ്പോഴും സംഗതി അങ്ങോട്ട് ഫിക്സ് ആയിട്ടില്ല, ഒരു ഒറ്റവാക്കാണ്. ഇതിന്റെ വിശദീകരണങ്ങൾ നമ്മുടെ കയ്യിലില്ല. അപ്പൊ ഈ വർത്തമാനകാല പ്രണയവും ഇതിലൊരു വലിയ വിഷയമാണ്. പിന്നെ രഞ്ജിത്ത് ശങ്കർ ഈ സിനിമകളെ നോക്കിക്കാണുന്ന ഒരു രീതി വളരെ രഞ്ജിത്ത് ശങ്കർ ഒരു വലിയ സിനിമാക്കാരനല്ല. ലൊക്കേഷനിലൊക്കെ വന്ന ഒരു പുതിയ ആള്, അറിയാത്ത ഒരാൾ ലൊക്കേഷൻ വന്ന ആരാ സംവിധാനം കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായിരിക്കും. വലിയ തൊപ്പിയിടലോ അല്ലെങ്കിൽ വലിയൊരു കസേരയിൽ ഇരിക്കലോ, ഒച്ചത്തിൽ കട്ട് പറയുക, ആക്ഷൻ പറയുക. ആക്ഷനൊക്കെ ചിലപ്പം ഇത്ര ഉണ്ടാവുള്ളൂ, പറയുന്ന പരിപാടികൾ ഞെട്ടിപ്പിക്കുന്ന പരിപാടികളില്ല. എങ്ങനെയുണ്ട് കക്ഷി കുഞ്ചാക്കോ ബോബൻ? 1997 എനിക്ക് ഒരാളൊരു തോക്ക് വന്നിട്ട് നിനക്ക് ഒരാളെ വെടിവെക്കണമെന്ന് പറഞ്ഞ് വെച്ചോളാൻ പറഞ്ഞത് ഞാൻ ആ തോക്കുമായിട്ട് വിട്ട് ആദ്യം വെടിവെക്കുന്നത് ഈ കുഞ്ചാക്കോ. എന്തൊരു ഉപദ്രവമായിരുന്നു കുഞ്ചാക്കോ ബോബനെ കൊണ്ട്. എനിക്കറിയാൻ വയ്യ. എന്റെ ക്ലാസ്സിലൊക്കെ അന്നൊരു പെണ്ണൊക്കെ 10ാം ക്ലാസ് തീരുമ്പോ ഓട്ടോഗ്രാഫ് ബുക്ക് കൊണ്ടുവരുമല്ലോ, അതിന്റെ കവറിൽ അപ്പുറവും ഇപ്പുറവും കുഞ്ചാക്കോ ബോബന്റെ പടം. ഞാനൊന്നും എഴുതിയില്ല. ഈ ഒരു ഇതിനോടുള്ള അസൂയ കൊണ്ട് സഹിക്കാൻ പറ്റണല്ലായിരുന്നു കുഞ്ചാക്കോവനെ. ഇതിന് ഭയങ്കര ശല്യമായിരുന്നു കുഞ്ചാക്കോവൻ. എനിക്ക് പണ്ട് കൊല്ലാൻ തോന്നിയിട്ടുള്ള വ്യക്തിയുടെ കൂടിയാണ് ഞാനിപ്പോ അഭിനയിക്കുന്നത്. എപ്പോഴും കുഞ്ചാക്കോവൻ എടുത്ത് പറഞ്ഞായിരുന്നോ? ഞാൻ കുഞ്ചാക്കോനോട് പറഞ്ഞിട്ടുണ്ട്. ആ കുഞ്ചാക്കോനോട് ഈ കാര്യം പറഞ്ഞിട്ട് അത്ര പ്രശ്നമായിരുന്നു പുള്ളിക്കാരനെ കൊണ്ട്. പിന്നെ ചാക്കോച്ചനുള്ളൊരു ക്വാളിറ്റി, ചാക്കോച്ചന്റെ വീട്ടിൽ നിന്നാണല്ലോ സിനിമ കുറെ ഇവിടെ ഉണ്ടായത്. സിനിമ വന്നത് ഇവരുടെ വീട്ടിൽ നിന്നായതുകൊണ്ട് ഇതിന്റെ ഒരു ഗ്ലിറ്റ്സ് ഒന്നും പുള്ളീനെ ഒന്നും ബാധിച്ചിട്ടേയില്ല. എന്തുകൊണ്ട് ഈ സിനിമയിൽ രമേശ് പിഷാരടി എന്ന് കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ടോ? ഞാൻ എന്തിനും ഇതൊക്കെ ചോദിക്കണത്? വിളിച്ചത് വായിച്ചെന്ന് പറഞ്ഞിരിക്കണല്ലേ, എന്നെ എന്തിനു വിളിച്ചു എന്നൊന്നും ഞാൻ ചോദിച്ചില്ല. ചിലര് പറയാറുണ്ട് ടി വി നിൽക്കുന്നത് സിനിമയ്ക്ക് ദോഷമാണ്. ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യം, ഒരുപാട് പറഞ്ഞു കേട്ടില്ല. ടി വി കണ്ട ആളല്ലേ എന്ന് സിനിമയിൽ വരുമ്പോൾ ചോദിക്കാത്ര. ടി വിയിലുള്ള ആളല്ലേ എന്ന് സിനിമ എനിക്കിതൊന്നും ഇതുവരെ അങ്ങനെ. ഇപ്പം സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞൊരു സീരിയലിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് സൂര്യായേട്ടൻ സിനിമയിൽ വരുന്നത്. 2 വർഷത്തോളം നല്ലൊരു സീരിയലിൽ ഫുൾ നായികയായിട്ട് നിൽക്കുന്ന സമയത്താണ് ആശാ ശരത്ത് സിനിമയിൽ ശക്തമാണ്. അപ്പം ഒരാളെ വേണോ? അൺകണ്ടീഷണലാണ്. നിങ്ങൾക്ക് ഒരാളെ വിളിക്കണ്ടേ? ഒരു 500 ഓപ്ഷൻ വരും. പിന്നെ ഇതിന്റെ ഒരു സാച്ചുറേറ്റിംഗ് പോയിന്റ് ഞാൻ പറയാന്ന് വെച്ചാൽ ഈ ഫേസ്ബുക്കിലൊക്കെ ലൈവ് വന്നല്ലോ. നമ്മളൊരു പരിപാടി അങ്ങ് തുടങ്ങിയാൽ ഇത് ഒരൊറ്റ ഒരു 50 മൊബൈലിൽ ലൈവ് ഓണാകുകയാണ്. ഇത് എവിടെ പോകുന്ന ലോകം മുഴുവന് എന്ത് പാടല്ലേ. അതിൽ പറഞ്ഞ ഒരു വിറ്റ് പിന്നീട് നമുക്ക് ആവർത്തിക്കാൻ പറ്റൂല. വേണ്ട, നമ്മൾ പറഞ്ഞ വിറ്റ് ഒരുത്തൻ ടൈപ്പ് ചെയ്ത് വാട്സപ്പ് മെസ്സേജ് ആയിട്ട് വിട്ടിട്ട് നമ്മൾ രണ്ടാമത് പറയുമ്പോൾ അത് വാട്സപ്പിൽ വന്ന മെസ്സേജ് ആണെന്നേ പറയുള്ളൂ. അങ്ങനെ വന്നിട്ടുണ്ടല്ലേ? അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ അത് കുറച്ച് കൂടുതലുമാണ്. ഈ തമാശയുടെ രംഗത്ത് ഇങ്ങനെ നിൽക്കാനായിട്ട് വലിയ പാടല്ലേ? എപ്പോഴും ഫാക്ടറി ഒന്നുമല്ലല്ലോ നമ്മള്. ഫാക്ടറി അല്ലെന്ന് മാത്രമല്ല, ഇതിൽ നമുക്ക് ഈ വാട്സപ്പിൽ വരുന്ന തമാശകൾ ആരെ ഉണ്ടാക്കിയെന്ന് അറിയുന്നില്ല. തമാശകൾ കടപ്പാടുകളില്ലാത്ത ഏപ്പടത്തിന്റെ അവസ്ഥയാണ്. അതായത് നല്ല വാട്സപ്പ് ഒക്കെ വന്നു തുടങ്ങിയ പിന്നെ ഇപ്പൊ ഏപ്പടം ഇല്ലല്ലോ. വേണ്ട, കാരണം ഒരു ടിക്കറ്റ് എടുത്ത് 500 പേരോട് ഒന്നിച്ചിരുന്ന് നമുക്കിത് കാണേണ്ട അവസ്ഥയിൽ പേഴ്സണലി കാണാം. ആരും കാണുന്നില്ല നമ്മുടെ കയ്യിലുള്ള. അതുപോലെ പേഴ്സണലി നമുക്ക് കുറേ ജോക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ ഡോസ് ഭയങ്കര കൂടുതലാണ്. ഈ ഡോസ് കിട്ടി 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 നിങ്ങളുടെ മനസ്സിന് നല്ല ഡോസായി. എന്നാൽ ഒരു പബ്ലിക് സ്പേസിൽ നമുക്ക് ഇത്രയും ഡോസിലുള്ള തീറ്റ ഇവർക്ക് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ മൈക്കെടുത്ത് വെച്ച് പറയുമ്പം നമുക്കൊരു കൺട്രോൾഡായിട്ടേ പറയാൻ പറ്റുള്ളൂ. അവന്റെ ഡോസേജ് ഭയങ്കര കൂടുതലാണ്. ഒരു വലിയ വെല്ലുവിളിയാണല്ലേ ഇത് വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവര് ആൾക്കാർ ഒറ്റയടിക്ക് ഒന്ന് കണ്ട ഉടനെ എന്താ നമുക്ക് തൃപ്തിയായില്ല, ഈ തമാശ പോരാ എന്ന് തോന്നുന്നത്. നമുക്ക് ഡോസ് കൂടി. നമുക്ക് ഒളിച്ചിരുന്നുണ്ടാക്കുന്ന സാധനത്തിന് എത്ര പവർ ഉണ്ട്. സ്റ്റോക്ക് തീർന്നിട്ടില്ല, അവരുടെ ഡോസ് കൂടിയതിന്റെ. സ്റ്റോക്ക് തീരലെന്നൊന്നില്ല. ഒരു കലാകാരനും സ്റ്റോക്കും കൊണ്ടല്ല വരുന്നത്. വന്നിട്ട് അവൻ കാലത്തിനനുസരിച്ച് ഓരോന്നുണ്ടാക്കി പോകുന്നു. ഇവന് കാലത്തിനൊപ്പം പിടിക്കാൻ പറ്റാതെ വരുന്നതാണ് സ്റ്റോക്ക് തീരൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരുപാട് ട്രോൾ മീഡിയ ഒക്കെ ഉള്ള കാലാണ്. ഈ ട്രോൾ മീഡിയയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഒരു പാടുണ്ടോ? നമ്മളുമായിട്ട് അവർ ഡയറക്റ്റ് കോമ്പറ്റീഷൻ അല്ല. പിടിച്ചു നിൽക്കാൻ നമ്മളുമായി കോമ്പറ്റീഷൻ ഇല്ലാത്തതുകൊണ്ട് ഒരു പിടിച്ചു നിൽപ്പിന്റെ പ്രശ്നം വരുന്നില്ല. പക്ഷെ ട്രോളുകൾ ഉഗ്രനാണ്. അവരുടെ ചിന്ത നമുക്ക് അതൊരു കളക്റ്റീവ് ഏരിയയാണ്.
അതന്നെയാണ് ഒരു കളക്റ്റീവ് ഏരിയ, ഒരാളുടെ തോട്ട് പ്രോസസ് അല്ല അതിന്റെ പേര്. ഒരാളുടെ അല്ല, അവിടെ തമാശയ്ക്ക് വേണ്ടി ഒരു ലക്ഷം പേരുടെ ഗ്രൂപ്പ്, 2 ലക്ഷം പേരുടെ ഗ്രൂപ്പ്, അതിൽ നിന്നും ഒരു 10 അഡ്മിനുകൾ ഇരുന്ന് ഫിൽട്ടർ ചെയ്തെടുക്കുന്നു, അതാണ് പോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന്റെ നല്ല രസമാണ്. ഒരു സ്റ്റിൽ ഫോട്ടോ മതി പല സമയത്തും നമുക്ക്. ഞാനൊക്കെ ചിരിക്കണതിന് കൈയും കണക്കുമല്ലേ. രമേശ് പിഷാരടി ട്രോളിന് എതിരല്ല, ഒരിക്കലും. ട്രോളർമാര് മുത്താണ്. അവരുടെ ചിന്തയെ നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ. കാരണം നമ്മളൊരു വിഷയത്തിന് 4 ഡയമെൻഷൻ നോക്കുമായിരിക്കും. ഇവരൊരു 16 ഡയമെൻഷൻ നോക്കിയിട്ടാണ് ഒരു സബ്ജക്റ്റിന് തമാശ ഉണ്ടാക്കുന്നത്. അത് വളരെ വലിയ കാര്യം തന്നെയാണ്. നമുക്ക് അത്രയും പറ്റത്തില്ല. ട്രോളന്മാർക്കും രമേശ് പിഷാരടി വലിയ കാര്യമാണ്. കുറച്ചു ദിവസം പരിപാടിയിൽ ഇല്ലാണ്ട് കണ്ടപ്പോഴേക്കും ഇവിടെ അങ്ങ് കേറി നിറങ്ങി. ശരിക്കും കുറെ പേര് ആ സമയത്ത് എനിക്ക് ഇത്രയൊക്കെ ആൾക്കാർ കരയിച്ചു. അവരെല്ലാരും കൂടെ ഭീകരമായിട്ട് കരയിച്ചു. ശരിക്കും അത്ര ഒരു തരംഗമൊക്കെ കേരളത്തിൽ ഉണ്ടായി എന്നറിയുമ്പോൾ രമേശ് പിഷാരടി അങ്ങ് അതിനപ്പോ അമേരിക്കയിലായിരുന്നു. എം ജി ശ്രീകുമാറിന് കൊടുത്ത് അമേരിക്ക പരിപാടിക്ക് പോയേക്കുമായിരുന്നു. കണ്ട നാട്ടിൽ എന്നെ കുറിച്ച് പറയുന്നത് എന്ന് പറഞ്ഞു. ഇല്ല, അത് ഞാൻ എം ജി ചേട്ടനോട് കൊണ്ടുപോയിട്ട് എം ജി ചേട്ടൻ ഇത് കണ്ടോ എന്തോരം ട്രോളായിരുന്നു, ഇതൊക്കെ നീ തന്നെ ഉണ്ടാക്കി ഇടുന്നതെന്ന് എല്ലാവർക്കും അറിയാം, പിന്നെ എന്താന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നിർത്തി. എന്തോ പറയാനാ. ആ സമയത്താണോ രമേശ് പിഷാരടിക്ക് പ്രേക്ഷകർക്കിടയിലുള്ള ഒരു സ്വാധീനം കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലായത്? കാണാതെ പോകുമ്പോൾ അന്വേഷിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സ്നേഹമുള്ള കാര്യം തന്നെയാണ്. എനിക്ക് കുറച്ച് മനസ്സിലായി. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അത് സത്യമാണ്. ഡയറക്ടർ സിദ്ദിഖ് സാറൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പുറത്തൊക്കെ ചെല്ലുന്ന സമയത്ത് അവിടെ ഇപ്പോഴും നമ്മൾ പണ്ടെങ്ങോ അടിച്ച കോമഡികളാണ് അവരിവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മലയാളിക്ക് ഏറ്റവും പുതിയ തമാശ കിട്ടാണ്ട് അവനത് ഏക്കൂലെന്ന് മാത്രമല്ല, ഇവരുടെ വേറൊരു കാര്യം അറിയാമോ? ഞാൻ ചില കാര്യങ്ങളിൽ എനിക്ക് ഭയങ്കര ഇത് തോന്നുന്നു. അതായത് നമ്മൾ 10 വർഷം മുമ്പ് ചെയ്തൊരു വീഡിയോ ഇപ്പം അപ്ലോഡ് ചെയ്ത് വരികയാണ്. ഇതിന്റെ താഴെ ആളുകൾ അയ്യോ സഹിക്കുന്നില്ലേ ചളി, ഇതൊക്കെ നമ്മൾ എങ്ങനെ സഹിക്കും, എന്ത് മോശമാണെന്നും പറഞ്ഞ് കുറേ ഒന്നൊന്നുമില്ല കേട്ടോ, ഒരു 500-600 കമന്റുകൾ ഇതിന്റെ താഴെ വരും. ഇത് 10 വർഷം മുമ്പെന്ന് പറഞ്ഞാൽ ഏകദേശം ഈ കമന്റ് അടിക്കുന്നതും ചിലപ്പോൾ കട്ടിലെ മൂത്രമൊഴിക്കുന്ന സമയമായിരിക്കും. അപ്പൊ അയ്യോ നീ കട്ടിലെ മൂത്രമൊഴിച്ചല്ലോ എന്ന് നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? ഓരോ കാലസ്ഥിതിക്ക് അനുസരിച്ച് അതാത് കാലത്ത്, ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ലെജൻസ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്ത പാട്ടാണ്. ഇപ്പം തെന്നൽ വന്ന് തീണ്ടും പോത് എന്ന വണ്ണമോ എന്നുള്ള പാട്ടുണ്ടല്ലോ. ഈ പാട്ട് യൂട്യൂബില് തൈക്കുടം ബ്രിഡ്ജ് പാടിയതിന്റെ കീഴെ ഒരാൾ കമന്റ് ഇട്ടിരിക്കുകയാണ്, ഇളയരാജ ഇതൊന്ന് കേൾക്കണം, എന്ത് രസമായിട്ടാണ് ഇയാൾ പാടിയിരിക്കുന്നത്, ആ പാട്ട് ശരിക്കും ഇളയരാജ പാടി നശിപ്പിച്ചു. ഇത് ശരിക്കും സിനിമയില് നാസർ എന്ന് പറയുന്ന നടനാണ് വിഷ്വൽ അഭിനയിച്ചിരിക്കുന്നത്. അതിൽ നാസർ ഒരു വയ്യാത്ത ആളായിട്ടാണ് പല്ലൊക്കെ വെച്ച് കെട്ടിയിട്ട് ഇരുന്നിട്ടാണ് തെന്നൽ വന്ന് ഇങ്ങനെ ഒരു പാട്ടാണ്. ഈ പയ്യൻ ഈ വിഷ്വല് കണ്ടിട്ടില്ല, ഏതാ സിനിമയിലെ ആ പാട്ട് കണ്ടിട്ടില്ല, കേൾക്കാൻ സുഖം മാത്രം നോക്കിയില്ല. അപ്പം പല ആൾക്കാരും പല കാര്യങ്ങളും ജഡ്ജ് ചെയ്യുന്നത് അതിന്റെ യഥാർത്ഥത്തിൽ എന്താണ് അന്ന് ഉദ്ദേശിച്ചത് എന്നുള്ളത് നോക്കാതെയാണ്. പക്ഷെ ഈ എല്ലാത്തിനും ആളുണ്ട്, അതൊരു വലിയ കാര്യമാണ്. ഇപ്പം ഞാനൊരു ഉദാഹരണം, ഞാൻ തുറക്കാറേ ഇല്ലാത്ത ചില ലിങ്കുകളുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് തുറന്നു നോക്കി, ഒരു ദിവസം കൊണ്ട് ക്യാൻസർ മാറ്റാം, ഒരു 2 കുരുവിന്റെ പടവും വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് സാമാന്യ ബുദ്ധിയിൽ ചിന്തിക്കാൻ ഇത് പ്രാക്ടിക്കൽ അല്ല. ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും വലിയ വാർത്തയല്ലേ. ഞാനത് വെറുതെ തുറന്നു നോക്കിയപ്പോ അതിന്റെ താഴെ 1600ഓളം കമന്റ് കിടക്കുകയാണ്. ഇത് നടക്കുമെന്നോ നടക്കൂലെന്നോ, ഇത് മണ്ടത്തരമാണെന്നും ഇതാണ്. അപ്പൊ ഇതിനു വേണ്ടിയൊക്കെ സമയം നമ്മൾ കണ്ടെത്തുന്നുണ്ടല്ലോ ഒരു വലിയ വിഭാഗം ആളുകൾ എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇവിടെ ഒരു അല്പം മുൻപ് ഒരാള് രമേശ് പിഷാരടിയെ വിളിക്കുന്ന സമയത്ത് വാട്സപ്പ് ഇല്ല കേട്ടോ, എനിക്ക് ടെക്സ്റ്റ് ചെയ്താൽ മതി. വാട്സപ്പ് ഉപേക്ഷിച്ചു, ഭാര്യ ഉപേക്ഷിച്ചു എന്നൊക്കെ പറയുന്നത്. അതെന്താന്നറിയാമോ, നമ്മളെ ഗ്രൂപ്പിൽ ചേർക്കും. നമ്മൾ ലെഫ്റ്റ് അടിച്ച് വിടണം, ഇവൻ നേരിട്ട് വിളിച്ചിട്ട് പറയാം അതെന്ത് പരിപാടിയാണ്, നീ ലെഫ്റ്റ് അടിച്ചാൽ അതോ ഇതായെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഫ്ളാറ്റിന്റെ ഗ്രൂപ്പ്, കൊച്ചു പഠിക്കുന്ന സ്കൂളിന്റെ ഗ്രൂപ്പ്, ഓരോ പ്രോഗ്രാമിന്റെ ഗ്രൂപ്പ്, അഭിനയിക്കുന്ന സിനിമയുടെ ഗ്രൂപ്പ്, അത് ഇതൊന്നും എല്ലാ ഗ്രൂപ്പ്. രാവിലെ തന്നെ ഒരു മനുഷ്യനും 2500 ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ താങ്ങാവുന്നതാണോ? 2 ഗുഡ് മോർണിംഗ് പറയാം, ഒരു 10 എണ്ണം ആയിക്കോട്ടെ. ഒരു മനുഷ്യൻ രാവിലെ നെറ്റ് ഓണാക്കും, സ്കൂൾ വിട്ട പോലെ മെസ്സേജ് വരിക, നോക്കുമ്പോ 2000 ഗുഡ് മോർണിംഗ്. പിന്നെ ചർച്ച, ജനഗണമനക്ക് എണീറ്റ് നിക്കണോ വേണ്ടയോ, മറ്റേ ബീഫ് തിന്നണോ വേണ്ടയോ, ഈ കുറെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളും മേലെ നിന്ന് ചർച്ചയാണ്, ഓഡിയോ മെസ്സേജ് ഇടുക. അപ്പം നമ്മുടെ കുറെ സമയം ഇതിനു വേണ്ടി പോകുന്നു എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ വാട്സപ്പ് അങ്ങ് ഉപേക്ഷിച്ചു. എങ്ങനെയുണ്ട് വാട്സപ്പ് ഇല്ലാത്ത രമേശ് പിഷാരടിയുടെ ജീവിതം? ഒരു കുഴപ്പമില്ല. ഞാൻ ഈ ഇടയ്ക്ക് ഒരിടത്ത് ചിന്തിച്ചേ, നമുക്ക് ജീവിതത്തിൽ ആദ്യത്തെ കുറച്ച് നാൾ ഇതൊക്കെ ഇല്ലാണ്ട് കിട്ടിയെന്നുള്ള എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. എന്റെ പിള്ളേർക്ക് ഇനി ഇതില്ലാത്തൊരു ലോകമില്ല. നമുക്ക് ലാൻഡ് ഫോൺ പോലും ഇല്ലാത്ത കാര്യം ഞാനതിൽ ദുഃഖിക്കുമല്ല, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്റെയൊക്കെ ഒരു 15 വയസ്സ് വരെയെങ്കിലും ഒക്കെ വീട്ടിൽ ലാൻഡ് ഫോൺ പോലും ഇല്ലാതെ കിട്ടിയത് കൊണ്ടാണ് നിങ്ങൾ നേരത്തെ വെച്ച കൗണ്ടറടി അല്ല ഒബ്സർവേഷൻ ഇതെല്ലാം വന്നത്. നമ്മുടെ ചെവി വരെ 3 ഡയമെൻഷനാണ്. ഇപ്പം ഈ സൈഡിൽ നിന്ന് ഒരാൾ വിളിച്ചാൽ ഏതാണ്ട് എത്ര ദൂരെ നിന്നാണ് വിളിച്ചത്, ആ ശബ്ദം കേട്ടാൽ അത് ആരാണ് വിളിച്ചത്
ഏത് ഇത് നമുക്കറിയാലോ. ഇപ്പം പിള്ളേര് TV കാണീര് തുടങ്ങിയിട്ട് ടിവിയും കണ്ട് തിന്നോണ്ടിരിക്കുന്ന ഒരു കൊച്ചിനെ ഞാൻ നോക്കുമ്പോ എന്റെ മോള് TV കണ്ടോണ്ടിരിക്കുക, എന്തോ തിന്നോണ്ടിരിക്കുക. അവളെ ഭാര്യ അടുക്കളയിൽ നിന്ന് 4 വിളി വിളിച്ചു. ഞാൻ ഈ 4 വിളിയും കേട്ടു, ഇവള് കേട്ടിട്ടില്ല. കൊച്ചു കേൾക്കുന്നില്ല. ഇവിടെ അവിടെ നിന്ന് ഇടി വിളിക്കണ്ട, ഇവര് കേൾക്കുന്നില്ല. ഇവിടെ നിന്നും പിടിക്കുന്നില്ല. ഇത് കുറെ വാക്കുകളൊക്കെ ഉണ്ട്. ഒരു വിളിപ്പാടകലി എന്നൊക്കെ പറയുന്ന വാക്കൊക്കെ മറന്നുപോയി. സിസ്റ്റം പോയി. നേരെ വരുന്നത് മാത്രം എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതില് നമ്മൾ വളരെ ലക്കിയാണ്. നമുക്ക് ഇതൊന്നുമില്ലാതെ ജീവിതത്തിൽ കുറച്ചു നാള് കിട്ടി എന്നുള്ളത്. കണ്ട മാനിനെന്ന് തോന്നിപ്പിക്കുന്ന കുരുത്തം കെട്ടവൻ, അതാണ് രമേശ് പിഷാരടിക്ക് പലപ്പോഴും സിനിമയിലുള്ള ഇമേജ്. സിനിമയിൽ ആ നല്ലവനായ ഉണ്ണിയും അതും ഇതൊക്കെ അങ്ങനെയാണ്. ചാർലി എന്ന് പറഞ്ഞ ആ പാർവതിനെ കയറി പിടിക്കാൻ വേണ്ടി നിൽക്കുന്ന ആള്. അത് തുടങ്ങിയിട്ട് ഭയങ്കരമായിപ്പോയില്ല. റൂം നമ്പർ 66 എന്നൊക്കെ പ്രൊമോയിലൊക്കെ വന്ന് കണ്ടവാനം. ട്രെയിലറിൽ വന്നിട്ട് ഇത് ആരാണ് ഇതിന്റെ അല്ല, ഇതിനിടയിൽ പിള്ളേരടിച്ചിറക്കി മമ്മൂട്ടി കേശമായിട്ട് അഭിനയിക്കണമെന്ന്. അതോടുകൂടി മാർട്ടിൻ പ്രക്കാട്ടിനും ജോജുവിനും ടെൻഷനായി. മമ്മൂട്ടിനെയും പ്രതീക്ഷിച്ച് വാരു ഉറക്കുമ്പോ നിന്നെ കണ്ടു കഴിഞ്ഞാൽ ആ ഇന്റർവെല്ലിന് തൊട്ട് മുമ്പ് എന്ത് സംഭവിക്കും. പക്ഷെ ഭാഗ്യത്തിന് ആരും കൂയില്ല. മമ്മൂട്ടിനെ പ്രതീക്ഷിച്ച് ഞാൻ തുറന്നു നോക്കി ഒരു നിസ്സംഗത ആളുകൾക്ക്. അപ്പൊ അവര് വിചാരിച്ച സാധനം വർക്കൗട്ടായി. പിന്നെ നല്ലവനായ ഉണ്ണി ഇതിന്റെയൊക്കെ കാര്യം പറയുമ്പോൾ എനിക്ക് അവിടെയൊക്കെ പടം നടക്കുമ്പോഴും എന്റെ ഡേറ്റ് പ്രശ്നമായിരുന്നു. നല്ലവനായ ഉണ്ണിക്കൊക്കെ 2-3 ദിവസം മതിയായിരുന്നു. നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ ചെയ്യുന്ന പടമായതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. പിന്നെ എനിക്ക് കുറെ പടം അങ്ങനെ വന്നു. നിങ്ങൾ തുടക്കത്തിലൊക്കെ വളരെ മാന്യനാണ്, പിന്നെ ഭയങ്കര കള്ളനാണ്, പെണ്ണ് പിടിയൻ, തെമ്മാടി, പിള്ളേരെ തട്ടി കൊണ്ടുപോകുന്നവൻ, പിച്ചക്കാരൻ. ഞാൻ പിന്നെ രക്ഷപ്പെട്ടതായിരുന്നൊക്കെ. ഇപ്പൊ എന്തായാലും അങ്ങനെയുള്ള റോളുകളൊന്നും പെട്ടെന്ന് എടുക്കണില്ല തീരുമാനിച്ചു. സെലക്റ്റീവാണ് ഡയറക്ടർമാര്. അങ്ങനെയുള്ള റോളിങ് ഞാൻ പറഞ്ഞു. ഞാൻ 17 സിനിമ ചെയ്തിട്ടുള്ളൂ മാത്തുക്കുട്ടി. രമേശ് പിഷാരടി എന്ന അവതാരകനാണോ രമേശ് പിഷാരടി എന്ന നടനാണോ നമ്മൾ കൂടുതൽ മാർക്ക് കൊടുക്കാം? മാർക്ക് കൊടുക്കുന്ന അവതാരകനാണ്. നടൻ എന്നുള്ള നിലയിലൊക്കെ ഞാൻ എന്ത് പ്രൂവ് ചെയ്തിട്ടുണ്ട്? ഒന്നും പ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്നാലും കണ്ടിട്ട് മോശമില്ലാണ്ടൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് തോന്നിയിട്ടില്ലേ? അത് എനിക്കല്ലേ തോന്നുന്നത്, നാട്ടുകാർക്ക് തോന്നണ്ടേ? എനിക്ക് മോശമില്ലാതെ എല്ലാം തോന്നുന്നുണ്ട്. ഈ അടുത്തിടയ്ക്ക് രമേശ് പിഷാരടിയെ കുറിച്ച് കേട്ടൊരു കാര്യം, പ്രഭുദേവ കഴിഞ്ഞ പിന്നെ രമേശ് പിഷാരടിയാണ് ഡാൻസിന്റെ കാര്യത്തിൽ. എല്ലാം ഉണ്ട് അങ്ങനെ പലതും. അത് ഒരു ആൽബം ചെയ്തു, ശ്രീമാൻ ബ്രോ ആൽബത്തിന്റെ പേര്. അതിനപ്പോ ഞാൻ ഇവനെ വിളിച്ചപ്പോഴേ പറഞ്ഞു, ആദ്യത്തെ പടത്തിന്റെ കൊറിയോഗ്രാഫറെ തോളത്തായിട്ട് സൈഡിൽ കൊണ്ടു നിർത്തിയിട്ട് ഇടിക്കുമെന്ന് പറഞ്ഞ ആളാണ് ഞാൻ. ഈ സ്റ്റെപ്പ് ഇട്ട് കഴിഞ്ഞാല് ഈ ശാന്തമീ രാത്രിയിൽ നിന്നുള്ള പാട്ട് പ്രഭുദേവയാണ് കൊറിയോഗ്രാഫി ചെയ്തേക്കുന്നത്. മമ്മൂക്കൊക്കെ സ്റ്റെപ്പുകൾ ഇട്ട് കൊടുത്ത് മമ്മൂക്കൊക്കെ പണ്ട് പറ്റുന്നത്. ഇത് കൊറിയോഗ്രാഫർ വന്നിട്ട് അവന്റെ സർവ്വ കഴിവും കാണിക്കുക. എന്നെ കൊണ്ട് വല്ലതും പറ്റുമോ? ഒരു തമിഴനാ. ഞാൻ പതുക്കെ അവനെ കൊണ്ട് ഇത് വന്ന് കേരളം അന്തമാതിരി ഒന്നും നടക്കാതെ നല്ല ഇടി കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ സ്റ്റെപ്പ് അവൻ മാറ്റി വളരെ രസമാക്കി വെച്ചു. ഞാൻ പഴയൊരു ഫോട്ടോ കണ്ടിട്ടുണ്ട്, രമേശ് പിഷാരടി കൈരളിയാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഫോട്ടോ. ഇങ്ങനെ ഇരിക്കുന്ന ഫോട്ടോ. അത് കോളേജിൽ പെണ്ണുങ്ങളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ചെയ്തതാ. ശരിക്കും ആ സമയത്ത് ഞാൻ ഇരിക്കുവായിരുന്നു അങ്ങനെ. പച്ചോളി വർഗീസ് ചേകവർ എന്ന് പറഞ്ഞ പടമൊക്കെ ഇറങ്ങിയ സമയത്ത് ഞാൻ ഈ കട്ടിലെ പിടിച്ചിട്ട് കാലിങ്ങനെ അകത്തി വെച്ച് ശീലിച്ച് നമ്മളെവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ തർക്കമൊക്കെ നടന്നിട്ട് അവസാനം എന്ത് വിഷയത്തിൽ തർക്കിച്ചാലും അവസാനം തോക്കൂന്നാവുമ്പോ എന്നാ നിനക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? അപ്പൊ അവൻ തോറ്റു. അങ്ങനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ മോഹൻലാൽ ഫാനായിരുന്നോ? ഫാനായിരുന്നു, ഒരു സംശയമൊന്നുമില്ല. എല്ലാവരുടെയും ഫാനായിരുന്നു. ഓരോ സിനിമയ്ക്ക് ഓരോരുത്തരാണല്ലോ. ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ 2 ദിവസം അതിന്റെ ഫാനായിരിക്കും. ഞാൻ ധൂം എന്ന് പറഞ്ഞ പടം കണ്ടിട്ട് തിരിച്ചു വരുമ്പോ ബൈക്ക് കുറെ സ്പീഡിൽ ഓടിച്ചെന്നേ. വണ്ടി ഇടിക്കാൻ ഞാൻ ഭാഗ്യം. എന്തായാലും കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് അതിന്റെ പുറകെ കുറച്ച് ഇതുണ്ടാവും. ഞാനൊരു ജാക്കിച്ചാന്റെ പടം കണ്ടിട്ട് വീട്ടിൽ ഇടിക്കുന്ന ചാക്ക് തൂക്കിയിട്ടുണ്ട്, അറിയാമോ? മാവില് ആ കാലത്ത് നമ്മൾ ഇടിക്കുന്ന ചാക്കില്ലേ, ബോക്സിങ്ങിന് ഇടിക്കണേ, അതുപോലത്തെ ചാക്കില് മണലൊക്കെ നിറച്ച് സെറ്റ് ചെയ്ത് എന്ത് പാടുപെട്ടാ തൂക്കിയിട്ടാണ്. ഒരു 3 ഇടി ഇടിച്ചു വേണം അതിനിട്ട്. അപ്പോഴത്തേക്ക് വേറെ പടം കണ്ടുപോയി. പെട്ടെന്ന് കാര്യങ്ങളോട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ഒരാളാണ്. ആ ഇൻഫ്ലുവൻസ് ആവും പെട്ടെന്ന് കാണുന്ന സാധനങ്ങൾ ആ പ്രായത്തില്. ഇപ്പൊ എന്ത് പറഞ്ഞിട്ട് ഒരു ഇൻഫ്ലുവൻസും ഇല്ല, ഇൻഫ്ലുവൻസും ഇല്ല. നമ്മൾ കുറച്ച് മുൻപ് സംസാരിച്ച പോലെ ടിവിയിലൊക്കെ പലപ്പോഴും ഒരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. പല അവതാരകരും ഭയങ്കരമായിട്ട് കത്ത് നിന്നിട്ട് പിന്നെ ഒരു സമയത്ത് എന്ന് പറഞ്ഞിട്ട് തീർന്നു പോകുന്ന അവസ്ഥ. രമേശ് പിഷാരടിക്ക് അങ്ങനെ ഒരു കാലത്തെ കുറിച്ച് ഭയമുണ്ടോ? ഭയമില്ല, ഞാൻ പ്രിപ്പയർഡ് ആണ്. അങ്ങനെ ഒരു കാലത്തെ പറ്റി ഇപ്പൊ നമ്മളെല്ലാരും ചത്തുപോകും. ഭയം ഉണ്ടോന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യാനാ? ഇവിടെ ജീവിച്ചിരിക്കുമ്പോ പക്ഷെ കാശ് കിട്ടുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ല, ഈ പൈസ ഉണ്ടാക്കൽ ഒരു പ്രധാന മോട്ടീവ് ആണെങ്കിൽ കോളത്ത് കടല വിൽക്കാൻ പോയ പോലെ. ഇത്രയും കാശ് കിട്ടില്ല. ഇത്രയും കാശ് കിട്ടും നമ്മൾ പണ്ട് വിചാരിച്ചാണോ? ഇത് കിട്ടി തുടങ്ങിയില്ലേ? ഒരു പേപ്പർ എടുത്ത് നടുക്കൊരു വരയിട്ടിട്ട് ഇടതുവശത്ത് ലാഭമൊന്നും വലതുവശത്ത് നഷ്ടമൊന്നും എഴുതാൻ എന്റെ ഒന്നും ജീവിതത്തിൽ ഇതുവരെ നഷ്ടത്തിന്റെ കൂടത്തിൽ ഒന്നും എഴുതാനില്ല. കിട്ടിയെടുത്തോളം ലാഭമാണ്. പിന്നെ റബ്ബർ കർഷകർ പറയുന്ന പോലെ വില ലാഭം കുറയുന്നതിന് നഷ്ടമെന്ന് പറയരുത്. ലാഭത്തിലുള്ള കുറവ് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ലാഭത്തിൽ കുറവേ വരുള്ളൂ. ഇനിയിപ്പോ ഞാൻ പറഞ്ഞാൽ എനിക്ക് പരിപാടി ഇല്ലാതായാലും ഞാൻ നല്ല കഷ്ടപ്പാടായാലും അതൊക്കെ എന്റെ ലാഭത്തിലെ കുറവാണ്. നഷ്ടം എന്ന് പറയണമെങ്കിൽ ജീവിതം ബോണസ് ആണ് രമേശ് പിഷാരടി. അതെ, എന്റെ ക്യാപിറ്റലിന്റെ ബാക്കിൽ പോകണമെങ്കിലുണ്ടല്ലോ നല്ല പാടാ. നമ്മുടെ പഴയ അവസ്ഥ വെച്ചിട്ട് എന്റെ വീട്ടിൽ കാർ ഫോർസ് ഇല്ല. എന്റെ അച്ഛൻ വീട്ടിൽ, കാരണം ആരും വീട്ടിൽ കാർ മേടിക്കുമെന്ന് പുള്ളിക്ക് ഉറപ്പായിരുന്നു. കാർ ഫോർസ് ഇല്ലാത്ത വീടായിരുന്നു. ഞാൻ പിന്നെ ഷീറ്റ് ഇട്ടിട്ട് വണ്ടി മേടിച്ചപ്പോ മുന്നേ കൊണ്ട് നിർത്തിയത്. ഉദയനാണ് കാര്യത്തിൽ ശ്രീനിവാസൻ പറയുന്ന പോലെ ഈ കാലമൊക്കെ കഴിയുമ്പോഴേക്കും പിടിച്ചു നിൽക്കാൻ വേണ്ടിട്ട് പൊറോട്ട ബിസിനസ് തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ടാവും.
ബിസിനസ് ഇപ്പൊ ഒന്നും തന്നെ പ്ലാൻ ഇല്ല. ഇപ്പൊ ഇതിൽ ഫോക്കസ് ചെയ്യാന്നുള്ളതാണ്. ഇതിൽ നിന്നുകൊണ്ട് വേറെ ബിസിനസിനെ പറ്റി ആലോചിച്ച് ഇതും കൂടി ഇല്ലാണ്ടായി പോകും. ഇൻ കേസ് രമേശ് പിഷാരടി ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും? ഞാൻ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ പെറ്റ്സിന്റെ ബിസിനസ് ആയിരിക്കുമല്ലോ ചെയ്യാൻ പോണത്. ഓമന മൃഗങ്ങളോട് ഭയങ്കര ഓമനത്തുള്ള ആളാണ്. എനിക്ക് മൃഗങ്ങൾ ഭയങ്കര വീക്ക്നെസ്സാണ്. ഓമന മൃഗമൊന്നുമില്ല, അത് എന്നാ മൃഗമാണെങ്കിലും വണ്ടിനെ കണ്ടാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിത് ഭയങ്കര കോമഡിയോ. കൊതുകിനെ മാത്രമേ കൊല്ലാറുള്ളൂ. കൊതുകിനെ തന്നെ എന്റെ അത്ര കൊതുക് കുത്താറില്ല. നിങ്ങൾ പറഞ്ഞു എല്ലാ പിഷാരടി ബ്ലഡിന് ചിലപ്പോൾ കൊതുക് താല്പര്യം ഉണ്ടാവില്ല. എനിക്കറിയാൻ പാടില്ല. എന്നെ കമ്പാരിറ്റീവ്ലി മുട്ട മാത്രം കൊതുക് എന്നെ അത്ര കുത്താറില്ല. എനിക്ക് തോന്നുന്നൊരു കാര്യം പറയട്ടെ, കൊതുക് നമ്മുടെ വേർപ്പിന്റെ മണം വെച്ചിട്ടാണ് സെൻസ് ചെയ്ത് പിടിക്കുന്നത്. അല്ലാതെ കൊതുക് കണ്ണിൽ നോക്കിയിട്ടാണ് ഇതൊരു മനുഷ്യനാണല്ലോ ഇവനെ കുത്തിയേക്കാന്നല്ല, മണം വെച്ചിട്ടാണ് കൊതുക് പിടിക്കുന്നത്. എനിക്ക് പൊതുവെ വേർപ്പില്ല. എന്നാ ചൂടാന്ന് പറഞ്ഞ എവിടെ നിന്നാലും ഇങ്ങനെ ഒലിച്ച് നിൽക്കുമൊന്നുമില്ല, ഞാൻ വേർക്കില്ല. അതുകൊണ്ടാണല്ലോ എനിക്ക് വലിയ അനുഗ്രഹമാണല്ലോ. അനുഗ്രഹം. ചില കാര്യങ്ങളിൽ കൊതു കുത്തൂല, അത് എനിക്ക് അത്ര പ്രശ്നമുള്ളതല്ല. അപ്പൊ കൊതുവിനെ പോലും അധികം കൊല്ലാറില്ല. പക്ഷെ മൃഗങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നോക്കി നിൽക്കുന്ന അത്ര എന്റർടൈൻമെന്റ് ഈ ലോകത്തില്ല. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു നോക്കണം. ഈ അന്യായ കോമഡിയ മൃഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചിട്ടുള്ള മൃഗം ഏതാണ് രമേശ് പിഷാരടിയെ? കൊരങ്ങൻ. ഈ ഇടയ്ക്ക് കൂടെ ഞാനൊരു ബേക്കറിയിൽ പോയി സാധനം മേടിക്കാൻ. എനിക്ക് ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇയാൾ ചോദിച്ചു എന്താ ചിരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ നോക്കുമ്പം ഒരു 1/2 കിലോയുടെ അലുവ, കുറഞ്ഞത് 1/2 കിലോ ഉണ്ട്. ഇത് ബേക്കറിയിൽ ചില്ലുകൂടിനകത്ത് ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ പൈസ കൊടുത്ത് ഇങ്ങനെ താഴത്തേക്ക് നോക്കിയപ്പം ഒരു ഉറുമ്പ് ഈ 1/2 കിലോയുടെ അലുവ കടിച്ചിട്ട്, ഉറുമ്പിന്റെ വിചാരം ഇത് കൊണ്ടുപോകാന്നാ. ഇത് ഉറുമ്പ് വിചാരിച്ച, അയാള് വിചാരിച്ചിട്ടുണ്ട് ഉറുമ്പാണെങ്കിൽ നല്ലൊരു. എനിക്കിത് കണ്ട് ചിരി വന്നിട്ട് ഒരു രക്ഷയില്ല. അപ്പൊ ഇയാള് ഇങ്ങനെ ചിരിക്കുന്ന അപ്പൊ ഞാൻ പറഞ്ഞു ഉറുമ്പെന്ന് പറഞ്ഞു. അപ്പൊ ബേക്കറിക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ചില്ലുകൂട്ടിൽ ഉറുമ്പെന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവാണ്. അയ്യോ സാറേ ഇതൊക്കെ പറഞ്ഞു ഇയാൾ പെട്ടെന്ന്. എന്നിട്ട് ഇയാൾ എന്നെ ഭ്രാന്തനെ നോക്കണമല്ലോ നോക്കാം. ഇവൻ എന്റെ ബേക്കറിയിലെ അലുവയ്ക്ക് അകത്ത് ഉറുമ്പ് കയറിയിട്ട് ഇവൻ ചിരിക്കുവാണല്ലോ എന്നുള്ള സിസ്റ്റമാണ്. അതുപോലെ ഞാൻ വേറൊരു ദിവസം പഴനിയിൽ പോയപ്പം 3ാമത്തെ നിലയിൽ ഒരു കുരങ്ങൻ. അപ്പൊ ഈ സൺഷെയ്ഡിൽ ഈ ബിൽഡിങ്ങിൽ എന്റെ വെയിൽ വീഴുന്നുണ്ട്. അപ്പം പകുതിക്ക് തണലാണ്, ഈ സൺഷെയ്ഡിന്റെ പകുതിക്ക് വെയിലാണ്. കുരങ്ങൻ ഈ വെയിലിൽ വന്നിരിക്കുക. അതായത് 1 അടി മാറിയിരുന്ന കുരങ്ങന് തണലത്തിരിക്കാം, പക്ഷെ പുള്ളി വെയിലത്തിരിക്കുക. എന്നിട്ട് വക്കത്തായിരിക്കുന്നത്. ഇതിന്റെ കാലിന്റെ നഖമൊക്കെ ഈ സൺഷെയ്ഡിന്റെ പുറത്തേക്ക്, അത് ഇങ്ങനെ ഇത്രയും വക്കത്തായിരിക്കുന്നത്. എന്നിട്ട് ഉറക്കം തൂങ്ങുക. എന്തൊരു റിസ്ക് ആണ് ഈ കുരങ്ങനെ എടുത്തിരിക്കുന്നത്. ഇതിനൊന്ന് അങ്ങോട്ട് മാറി ആ തണലത്ത് സ്വസ്ഥമായിട്ടിരുന്ന് ഉറങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലെ? അത് 1 അടി ഇപ്പുറത്ത് ജീവിതം സുരക്ഷിതമാണ്, സുഖമാണ്. എന്നിട്ടും പുള്ളി നല്ല വെയിലത്തിരുന്നിട്ട് അറ്റത്തിരുന്ന് റിസ്ക് എടുത്ത് ഉറങ്ങുക. ഇടയ്ക്കിടയ്ക്ക് വീഴാൻ പോയിട്ട് പുള്ളി ഇത്ര ഹൈറ്റ് ഉണ്ടോ പിന്നെ സെറ്റില്ല. എനിക്ക് അപ്പൊ മൃഗങ്ങളെന്ന് പറയുന്ന സാധനത്തിന്റെ അത്രയും കോമഡി കിട്ടുന്ന. അതുപോലെ ഞാൻ വർത്താനം പറയും ഇവരോട്. ഇത് പരാന്തം പറയാ. ചില പട്ടിയൊക്കെ ചില റോട്ടിൽ കൂടെ പോണ കണ്ടാലേ എന്തോ അവിടെ കുട മറന്നു വെച്ചിട്ട് എടുക്കാൻ പോണാണെന്നൊക്കെ ഉള്ള പോലെ വളരെ സീരിയസാ. മോഹനുണ്ടോ ഭയങ്കര സീരിയസ് ആയിട്ട് ഇങ്ങനെ പോവാ. അപ്പൊ ഞാൻ എവിടെ പോടാ പോയി പട്ടി പറഞ്ഞു. ഇങ്ങനെ പട്ടീനോടൊക്കെ ഞാൻ ചോദിക്കിടക്ക് പേടിപ്പിക്കുക പോട്ടെ ഇത് എന്താണ് ഇയാള് പറഞ്ഞത്. അപ്പം മൃഗങ്ങളുടെ ബിസിനസ് ആയിരിക്കും ഞാൻ എന്തെങ്കിലും ചെയ്താൽ ചെയ്യാൻ പോണത്. എനിക്ക് കുറച്ച് ആന്റിക്സിനോടൊക്കെ ഇഷ്ടമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഏതൊരു ഇന്റർവ്യൂല് രമേശ് പിഷാരടി എടുത്തു വെച്ച ഒരു പഴയ റേഡിയോയുടെ കാര്യം ഞാൻ റേഡിയോ ഉണ്ട്. 81 മോഡൽ വിജയ് സൂപ്പർ ഉണ്ട്, റെക്കോർഡുകളുണ്ട്, 70 ക്യാമറ ഉണ്ട്, പഴയ സാധനങ്ങൾ കുറെ ഉണ്ട്. എന്റെ തന്നെ ഈ ആന്റിക്സ് എന്ന് പറയുന്നത് വേറൊരുത്തന്റെ പഴയ സാധനം പൈസ കൊടുത്ത് മേടിച്ച് സൂക്ഷിക്കണല്ല. എനിക്ക് 4 വയസ്സ് ഉള്ളപ്പോ മേടിച്ചു തന്ന ടോയ് എന്റെ കയ്യിലുണ്ട് ഇപ്പോഴും. ഒരു പട്ടിയൊക്കെ ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. പെട്ടെന്ന് എനിക്ക് ദിവസം 2 പല്ല് വന്നു. അപ്പൊ എനിക്ക് വാങ്ങാൻ വേണ്ടിട്ട്, അപ്പൊ എനിക്ക് തേക്കാൻ വേണ്ടിട്ട് അച്ഛൻ വാങ്ങിച്ച ബ്രഷാണ്. ഇത് അതുപോലത്തെ പട്ടിയുണ്ട്. എന്റെ അമ്മയുടെ ടോയ് ഉണ്ട്. എന്റെ അച്ഛന്റെ അമ്മയുടെ മുറുക്കാഞ്ചെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിനൊക്കെ നല്ല എത്രയോ വർഷം പഴക്കമുള്ള കുറച്ച് കളക്ഷൻസ് എന്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ പഴയ കോമഡികള്, മറ്റേ പഴയ നാദിർഷ ദിലീപ് കാലത്ത്. അതല്ല, ഞാനിപ്പോഴും എന്തോരം പഴയ കോമഡിയെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്റെ ആന്റിക്സിന്റെ കളക്ഷനാണ്. നിങ്ങളുടെ യാത്രകളിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം തിരഞ്ഞെടുക്കാൻ ടേസ്റ്റി സ്പോട്സ്. ഇതൊരു ഹോട്ടലോ റെസ്റ്റോറന്റോ അല്ല, ഇതൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. ആൻഡ്രോയിഡിലും iOS-ലും ഉണ്ട്. ഒന്ന് പരീക്ഷിച്ചു. ടേസ്റ്റി സ്പോട്സ്. പലപ്പോഴും ആളുകൾ പറഞ്ഞിട്ടുണ്ടോ, ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ല നിങ്ങൾ ഭയങ്കര സീരിയസ് ആണല്ലോ എന്ന്? എപ്പോഴും പറയാറുണ്ട്.
ഒന്നാമത്തെ കാര്യം നമുക്ക് ഇച്ചിരി പൊക്കവും വലിപ്പമൊക്കെ ഉള്ള കാരണം പകുതി ജാട തന്നെ ഫീൽ ചെയ്യും. അല്ലെങ്കിൽ തന്നെ ധർമ്മജന്റെ കൂടെ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ഫീൽ ചെയ്യും. പകുതി ജാട തന്നെ ഫീൽ ചെയ്യും. ബാക്കി പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്കൊരു നല്ല പരിചയമാകുന്നവരെ പലരോടും മിണ്ടാനൊന്നും പറ്റൂല. വെറുതെ നോക്കി ചിരിച്ച് കൈവീശി കാണിച്ചുകൊണ്ട് നടക്കാനൊന്നും പറ്റൂല. അപ്പൊ വളരെ പെട്ടെന്ന് ജാടയാണ് പേര് കിട്ടുന്ന എല്ലാ സാധനത്തിന്റെ. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്കൊരു അപകർഷതാബോധമുണ്ട് ഒരാളോട് അങ്ങോട്ട് ചെന്ന് മിണ്ടാൻ. ഇപ്പൊ ഇവിടെ അമിതാഭ് ബച്ചൻ വന്നൊരു ചായ കുടിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ അയാള് പോകണ്ട മിണ്ടണ്ടാവും, ഞാൻ മിണ്ടാണ്ടിരിക്കും. എന്ന് കുറച്ച് കഴിയുമ്പോൾ അമിതാഭ് ബച്ചൻ അവർക്ക് എന്നാ ജാട, എന്നെ കണ്ടിട്ട് മിണ്ടിയില്ലെന്ന് പറയും. അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം അവരാ മിണ്ടൽ ആഗ്രഹിക്കുന്നുണ്ട് പലരും, നമ്മൾ അതും ചെയ്യണില്ല. അപ്പൊ ജാടയൊക്കെ പറയും. പക്ഷെ അതൊന്നും വലിയ കുഴപ്പമുള്ള കാര്യങ്ങളൊന്നും അല്ല. ധർമ്മജന് ശരിക്കും മസാല ദോശയുടെ കൂടെ വട കിട്ടും എന്ന് പറയുന്ന പോലെ അത് രണ്ടും ഭയങ്കര കോംബോ ആണ് ആളുകൾക്ക്. അതെ, ഇതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങ് എങ്ങോട്ട് പോയി ധർമ്മജൻ, എങ്ങോട്ട് പോയി? പ്രശ്നമായിട്ട് തോന്നി. വളരെ കൺട്രോൾഡ് ആയിരുന്നു ഞങ്ങൾ ആ കാര്യത്തിൽ. അതായത് നമ്മൾ ചെയ്യുന്ന പരിപാടിയുടെ പേര് നമ്മുടെ പേരിന് മേളിൽ വളരാതിരിക്കാൻ ഞങ്ങൾ വളരെ കാര്യമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പൊ പണ്ട് ശ്രീരാമനായിട്ട് രാമായണത്തിൽ അഭിനയിച്ച ആളൊക്കെ പിന്നെ രാമനായിപ്പോയി. പുള്ളിയുടെ രാമനെ പുള്ളിക്ക് കളയാൻ പറ്റിയില്ല അല്ലേ? അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി, നിങ്ങൾ ഒരു പരിപാടി ചെയ്യാറില്ലേ ബ്ലഫ് മാസ്റ്റേഴ്സ് എന്ന് ചോദിച്ചിടത്തോളം കാലം നമ്മൾ നിന്നു. തിരിച്ചൊരാൾ വന്നിട്ട് നിങ്ങൾ ബ്ലഫ് മാസ്റ്റേഴ്സ് ചെയ്യുന്ന ആളല്ലേ എന്ന് ചോദിച്ചു തുടങ്ങിയ ദിവസം ആ പരിപാടി നിർത്തി. ഇപ്പോഴും രമേഷ് പിഷാരടി ബ്രാക്കറ്റിൽ ബിഡായി ബംഗ്ലാവ് ഫെയിം എഴുതി വെക്കേണ്ട അവസ്ഥയില്ലാത്ത അവസ്ഥയിൽ നമ്മുടെ പേര് നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. ചാരും പാലും വെക്കാതെ പോകാൻ പ്രോഗ്രാമല്ല, നമ്മളാണ് വരുന്നത്. അപ്പം ഇവനെ എന്നെ കാണുമ്പോൾ ആൾക്കാർ ഒന്ന് ചോദിക്കും ഇവൻ എവിടെ അവൻ എവിടെ എന്നൊക്കെ ചോദ്യം ചോദിച്ചപ്പോൾ ഞങ്ങൾ അതിന്റെ ഒരു പ്രൊപ്പോർഷനൊക്കെ ചെറുതായിട്ട് കുറച്ച് മാറ്റിയൊക്കെ നിൽക്കുന്നുണ്ട്. എന്നാലും ചോദിക്കാറുണ്ട് ആൾക്കാരത് ഒന്നിച്ച് കാണാനായിട്ട്. പിന്നെ ചിലർ വട വേണ്ടാന്ന് പറയാറുണ്ട്, ചിലർ വട മാത്രം മതി എന്ന് പറയാറുണ്ട്. കുഴപ്പമില്ല. കൂട്ടത്തിൽ ആരാണ് വട എന്നുള്ളതാണ് പ്രശ്നം. അതാണ് ഞാൻ ആലോചിക്കുന്നത്. വടയും മസാല ദോശയും ഞാൻ തന്നെ, ഇവൻ വേണമെങ്കിൽ ചട്നി ആയിട്ട് ഞാൻ കൂട്ടിയിട്ടുള്ളൂ. ആ പരുവത്തിലിരിക്കാം. രമേഷ് പിഷാരടിയുടെ ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ ധർമ്മജനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയണം, അല്ലെങ്കിൽ ധർമ്മനെ കുറിച്ച് എന്തെങ്കിലും ഒരു കോമഡി പറയുന്നുള്ളത് ആളുകൾക്ക് എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷയാണ്. അവൻ അത്രയും സാധനങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന അത്രയും അബദ്ധങ്ങൾ ശരിക്കും ധർമ്മജൻ ചെയ്യാറുണ്ട്. അതോ പകുതി ഉണ്ടാക്കുന്നതാണ്? അല്ല, അവൻ സീരിയസ് ആയിട്ട് ചെയ്യുന്നതാ. ഈ അടുത്ത കാലത്ത് ഞങ്ങളുടെ മുഖം ജനങ്ങൾ തിരിച്ചറിയുന്നതിന് മുമ്പൊരു കാലത്ത് ഞങ്ങളുടെ ഒരു പരിപാടി, അപ്പൊ ഞാൻ അവിടെ പരിപാടി സ്ഥലത്ത് എത്തി. ധർമ്മൻ എത്തിയിട്ടില്ല. അവൻ എല്ലാ ഐറ്റത്തിലും ഉണ്ട്. ഇവനില്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ മൊബൈലൊക്കെ ഇവന് ചാർജ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. ചാർജ് തീർന്നു പോയി. അതങ്ങനെ ആ വഴിക്ക് പോകും. ഇവൻ എന്നെ ഒരു 15 മിനിറ്റ് മുമ്പ് വിളിച്ചിട്ട് പറഞ്ഞു, എടാ എന്റെ ചാർജ് ചിലപ്പോൾ തീരും, നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ അവിടെ പരിപാടി സ്ഥലത്തിന്റെ തൊട്ടടുത്തത്, ഞാൻ 15 മിനിറ്റ് കൊണ്ട് എത്തും എന്ന് പറഞ്ഞു. ഇവൻ എത്തണില്ല. അവിടെയാണ് പിള്ളേരുടെ പരിപാടി നടക്കുക. ഞാൻ ഇവൻ എത്താത്ത പറഞ്ഞ് സംഘാടകർ പറഞ്ഞു, പിള്ളേർ ഈ കുട്ടി പാടുക, എന്നാൽ കുട്ടിയുടെ ഒരു പാട്ടും കൂടി ഇട്. അപ്പോഴത്തേക്ക് വേറൊരു കുട്ടി വേണമെങ്കിൽ ഒരു ഡാൻസ് കളിക്കാൻ ഞാൻ പറഞ്ഞു, ആ കുട്ടിയുടെ ഡാൻസും കൂടി ഇട്. ഇങ്ങനെ 8 മണിക്ക് തുടങ്ങുമെന്നുള്ള പരിപാടിയിൽ ഞാൻ 8:05 ആക്കി. അടുത്ത പാട്ടിട്ടു, അടുത്ത ഡാൻസ് ഇട്ടു. ഒരു മിമിക്രിക്കാരൻ പോയി കണ്ടുപിടിച്ച് അവന്റെ മിമിക്രി കാണിച്ചു. അങ്ങനെ ഇവൻ വരാൻ വേണ്ടി ഇവന്റെ ഫോൺ ഓഫ്. ഞാൻ കുറെ പിള്ളേരുടെ ഐറ്റം കയറ്റിക്കൊണ്ട് ഞാൻ സ്റ്റേജിന്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുക. ഇടയ്ക്ക് നോക്കിയപ്പോൾ ഫ്രണ്ടിൽ നോക്കിയപ്പോൾ ഇവൻ ഫ്രണ്ടിൽ കടലിൽ നിന്നുകൊണ്ടിരുന്ന പരിപാടിയാണോ ധർമ്മജൻ. ഞാൻ ആളെ വിട്ട് വിളിച്ചുകൊണ്ട് പറഞ്ഞു, എടാ നീ എന്ത് പണിയാ ഫ്രണ്ടിൽ ഇരിക്കണേ? അല്ല, പിള്ളേരുടെ പരിപാടി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ നമ്മുടെ പരിപാടി, എന്നാൽ അത് കണ്ടിട്ട് വരാന്ന് ഓർത്തിരിക്കുവാന്ന്. ആരെങ്കിലും ഷോയ്ക്ക് വന്നാൽ ബാക്കിലോട്ടല്ലേ വരുള്ളൂ, സ്റ്റേജിന്റെ ഫ്രണ്ടിൽ വന്നിരുന്ന പിള്ളേരുടെ ഡാൻസ് കണ്ട് കടലിൽ നിന്നുകൊണ്ടിരിക്കുവോ? ഇതൊക്കെ ഇവൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. ധർമ്മജൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നീ ഇങ്ങനെ നടന്ന് നാട്ടിച്ചു തന്നെയെന്ന്? ഇല്ലില്ല, അവനെ സംബന്ധിച്ച് നഷ്ടമൊന്നുമില്ല. അവനെ സംബന്ധിച്ച് സുഖമല്ലേ. പാമ്പിന്റെ അവസ്ഥയാണല്ലോ, എനിക്ക് വേലായുധന്റെ അവസ്ഥ. റിസ്ക് ആണ്. പാമ്പിനെ കൊണ്ടു നടക്കണം, പാമ്പിന്റെ കടി കിട്ടാതെ നോക്കണം, തീറ്റ മേടിച്ച് പാമ്പിന് കൊടുക്കുകയും ചെയ്യണം. പാമ്പിന് കൊട്ടേ കിടന്നുറങ്ങുക, ആൾക്കാർ വന്നു കഴിയുമ്പോൾ തല പൊക്കിയിട്ട് പിന്നെയും കിടന്നുറങ്ങുക. ആരോടാണെങ്കിലും ഉള്ളതുപോലെ പറയുന്ന ഒരാളാണ് ധർമ്മജൻ. അതെ, പരസ്പരം ഉടക്കാനുള്ള ചാൻസ് കൂടുതലുണ്ടല്ലോ. ഉണ്ട്. ഞങ്ങൾ ഉടക്കിയിട്ടില്ല, ഇതുവരെ ഉടക്കിയിട്ടില്ല. 10-15 വർഷമായില്ലേ, ഇതുവരെ ഉടക്കിയിട്ടില്ല. തുറന്നു പറയും, കാര്യം പറയും. അവൻ എന്നെ ചീത്ത വിളിക്കും, ഓടും പോവും. വളരെ ചെറിയ സമയത്തൊക്കെ ഇവൻ ഈ പറയാണ്ട് പോണതിനൊക്കെ ചില വഴക്കൊക്കെ ഉണ്ടായിട്ട് ഞാൻ വഴക്കിട്ട് പോകുന്നിട്ടൊക്കെ ഉണ്ട്. ഇവന്റെ കാറിലൊരിക്കൽ ഒരു അവാർഡിന് പോയി. ഷോയുടെ ഒരു സമയത്ത് ഇവനെ കാണാനില്ല. തൊട്ടടുത്തൊക്കെ ഉണ്ടാവും, പക്ഷെ ഇവൻ മിസ്സിംഗ് ആവും. നമ്മളൊക്കെ ഇവനെ കാണാനും പറ്റും, കണ്ടുപിടിക്കാനും പറ്റൂല. അങ്ങനെ ഞാൻ കുറെ വഴക്കിട്ട് സ്കിറ്റ് കഴിഞ്ഞിട്ട് ഇവനെ കാണാനല്ല വരാട്ടെ, ഞാൻ ട്രാൻസ്പോർട്ടേഴ്സിന് കയറി വരാമെന്ന് പറഞ്ഞ് കോഴിക്കോട് സ്റ്റാൻഡിൽ ചെന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവനെ എവിടെയൊക്കെ അന്വേഷിച്ച് ഞാൻ സ്റ്റാൻഡിൽ കാറും കൊണ്ട് സ്റ്റാൻഡിൽ വന്ന് കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനത്തെ വഴക്കുകളെ ഉണ്ടായിട്ടുള്ളൂ, വേറെ വഴക്കൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ദിവസം 2 സിനിമകൾ റിലീസ് ആവുക എന്നൊക്കെ പറയുന്നത് വലിയൊരു പദവിയായിട്ട് കൊണ്ടു നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു രാമന്റെ ഏതൻ തോട്ടത്തിന്റെ കൂടെ തന്നെ അച്ചായൻസ് പറയുന്നുണ്ട്. അച്ചായൻസില് അച്ഛനാണ് ഞാൻ. പള്ളിയിൽ അച്ഛനായിട്ടാണ് അഭിനയിക്കുന്നത്. ഇവരെല്ലാരും കള്ളുകൂടി നിർത്താൻ വരുന്ന ഒരു ഡി അഡിക്ഷൻ സെന്ററിലെ പള്ളിയിൽ അച്ഛനായിട്ടാണ്. അതില് സീൻ എണ്ണം കുറവാണ്, പക്ഷെ ഉള്ള സീൻ നല്ല 1 തടവ് തന്നെ 100 തടവ് തന്നെ മാതിരി എന്നുള്ള പോലത്തെ സീനെ കണ്ടിട്ട് പറയാം. നല്ല സീനുകളാണ്. ഇനിയിപ്പോ ഏതൊക്കെയാണ് പുതിയ പ്രോജക്റ്റുകൾ? ഇനി പുതിയ പ്രൊജക്ട് എന്ന് പറയുന്നത് ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം. എനിക്ക് പടമില്ല മാത്തക്കുട്ടി. ഈ സ്റ്റേജ് ഷോ ഏതാന്ന് ചോദിക്കേ. ഒരു വർഷം ഏകദേശം എത്ര സ്റ്റേജ് ഷോയും? ഇപ്പോൾ കുറവാണ്, 200 എണ്ണം വരുന്നുണ്ട്. എന്റെ പൊന്നോ,
പിന്നെ ലോകം മുഴുവൻ പോയി പരിപാടി ചെയ്യുന്നു. പോക്കറ്റ് വെറുതെ അല്ല എത്ര വെറുതിരിക്കുന്നത്. ഈ പരിപാടികൾ 200ഓളം സ്റ്റേഷനിൽ കുറെ വ്യക്തിബന്ധങ്ങൾ ഉണ്ടാവും. പിന്നെ ഉത്സവ പറമ്പുകൾ ഉണ്ടാവും. സാധാരണ സ്റ്റേജുകൾ 200 ഒരു കാലത്ത് ഇപ്പൊ അത്രയില്ല. മുകേഷുമായിട്ടുള്ള പ്രശ്നം കാരണം കൊണ്ടാണ് നമ്മൾ കുറച്ചു കാലത്തേക്ക് ഇല്ലാണ്ടിരുന്നുള്ള രീതിയിൽ വാർത്തയ്ക്ക് വന്നത്. ഇതൊക്കെ വായിച്ചപ്പോ എന്ത് തോന്നി? ഒന്നും തോന്നിയില്ല. അത് ഇവരുണ്ടാക്കി പറയുന്നതല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. മുകേഷ് ചേട്ടനുമായിട്ട് ഞാൻ വഴക്കിട്ടു, അല്ലെങ്കിൽ ധർമ്മജനുമായിട്ട് ഞാൻ വഴക്കിട്ടു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും വരാറുണ്ട്, പലരും വരാറുണ്ട്. ഒരു ദിവസം ഒരു ഇന്റർവ്യൂവിൽ എന്നോട് ചോദിച്ചു, ഏറ്റവും ഇഷ്ടപ്പെട്ട വീട് ആരുടെയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പോയിട്ടുള്ളതിൽ ഞാൻ മോഹൻലാലിന്റെ മദ്രാസിലെ വീട്ടിൽ പോയിട്ടുണ്ട്. അതെനിക്ക് വലിയ ഇഷ്ടം തോന്നി. എന്ന് വെച്ചാൽ കൗതുകമാണ്, പല സാധനങ്ങളിലും വിസ്മയാണ്, കൗതുകമുണ്ട്. അപ്പൊ ഞാൻ അത് പറഞ്ഞു. പിന്നെ എന്നോട് ഇന്റർവ്യൂ ഇങ്ങനെ തീരാറായപ്പോ ചോദിച്ചു, ഇപ്പൊ എന്താ ആഗ്രഹം? ഞാൻ ഫ്ളാറ്റിലാണ് താമസിക്കുന്നത്, എനിക്ക് വീട് വെച്ച് മാറണം എന്ന ആഗ്രഹമുണ്ട്. ഇത് പറഞ്ഞു. ഹെഡിങ് വന്നത് മോഹൻലാലിന്റെ പോലത്തെ വീട് വേണമെന്ന് പിഷാരടിയെന്ന്. എന്റെ പൊന്നെ, അതിന്റെ കീഴെ നീ ആദ്യം ആന പൊളിക്കുന്ന കണ്ട അണ്ണ വാ പൊളിക്കല്ലോ, നീ ആദ്യം ഇതാ അവിടെ എനിക്കൊരു 10-600 ചീത്തവിളി കേട്ടു വെറുതെ. അപ്പൊ ഇപ്പൊ വർത്താനം വളരെ സൂക്ഷിച്ചേ പറയാറുള്ളൂ. ഇപ്പൊ നന്നായിട്ട് സൂക്ഷിച്ചാണ്. ഇപ്പൊ കുറച്ച് ശീലം. ഇപ്പൊ വലിയ അപകടമൊന്നും പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ഇനിയിപ്പോ ഇതിനകത്തുനിന്ന് എന്താ അർത്ഥം കണ്ടുപിടിക്കണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. നമ്മൾ പറഞ്ഞതിനകത്തുനിന്ന് എന്താണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? മോഹൻലാലിന്റെ പോലത്തെ വീടിനെ കുറിച്ച് വീണ്ടും പിഷാരടി എന്ന് പറഞ്ഞു ഇടുവെന്ന് എന്റെ പേടി. എനിക്ക് തീർന്നത് ഇതെടുത്ത് പറയാല്ലേ ഇവർക്ക്, അത് സംഭവിക്കാം. ഭയങ്കര കാശൊക്കെ വാങ്ങിച്ചിട്ട് സ്റ്റേജ് ചെയ്യുന്ന ഒരാളാണ്. ഫ്രീ ആയിട്ട് കിട്ടാനുള്ളൊരു സാധ്യത മലയാളി എപ്പോഴും അന്വേഷിക്കുമല്ലോ. അപ്പൊ ഇത് ഉറപ്പായിട്ടും എപ്പോഴും അല്ല, അതേ ഉള്ളൂ, കാശ് കിട്ടുന്നത് കുറവാ. ഫ്രീ ആണ്, ചാരിറ്റി ഫ്രീയോ ഉള്ളൂ. ഞാനായിട്ട് ഞാൻ മലയാളിയുടെ സ്വഭാവം മാറ്റി വയ്ക്കുന്നിട്ടില്ല. എനിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഫ്രീ ആയിട്ടൊരു മിമിക്രി ഐറ്റം, അതിന് നമുക്ക് ഇതങ്ങ് അവസാനിപ്പിക്കാം. അതാണ് ഓഫർ. അത് ചെയ്താൽ ഇത് തീർത്തു തരും. ഞാനും തീർക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ട്, നമുക്ക് ഒരു കാലത്ത് റേഡിയോ, പിന്നെ നമ്മള് സ്റ്റേജ്, TV, പിന്നെ നമ്മൾ സിനിമ വരുന്നു. അപ്പൊ ഓരോ കാലഘട്ടത്തും മാധ്യമം, ഓഡിയോ കാസറ്റ് മാധ്യമം മാറുന്നു. നാളെകളിലെ ഒരു പ്രധാന മാധ്യമമായി മാറേണ്ട ഇന്റർനെറ്റിലെ അല്ലെങ്കിൽ ഓൺലൈൻ പരിപാടികളിൽ ഞാൻ എക്സ്ക്ലൂസീവ് അതിനുവേണ്ടി ചെയ്യുന്ന ആദ്യത്തെ പരിപാടി ഇതാണ് എന്നൊരു സത്യം ഉണ്ട്. ഇനി ഇത് മാറ്റാൻ പറ്റൂലല്ലോ. ഇത് ഫസ്റ്റ്, ഇതിനു വേണ്ടിയുള്ള ഒരു പ്രൊഡക്ഷനിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടി ഇതാണ്. അപ്പം മാത്തുക്കുട്ടിയെ കുറിച്ച് രണ്ടുപേരും പറയാതെ പോകുന്നത് ശരിയല്ല. മാത്തുക്കുട്ടി ഇരിക്കുന്ന കസേരയിൽ ഒരുപാട് ഇരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എത്രയോ ഇന്റർവ്യൂകള്, എത്രയോ ആൾക്കാരുടെ ചെയ്യേണ്ടി വരുന്ന ഒരാളാണ്. എനിക്ക് അതിന്റെ പേടിയും ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ട്. ഞാൻ ഓരോ ചോദിച്ചു ഞാൻ മാത്തുക്കുട്ടി ഇന്റർവ്യൂ, നമുക്ക് രണ്ട് രീതിയിൽ ഇന്റർവ്യൂ ചെയ്യും. ഒന്ന്, ഒരാളുടെ ഒരുപാട് പേഴ്സണലി ചോദിച്ച് നെഗറ്റീവിന്റെ അത്രയും നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം ഇല്ലാത്തതുകൊണ്ട് ഒരാളുടെ വായിൽ നിന്ന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചാടിച്ചെടുക്കാൻ പറ്റും അവരൊരു മൂടി നിൽക്കുമ്പോൾ. പക്ഷെ നമുക്ക് പ്ലസന്റ് ആയിട്ട് സംസാരിക്കാനുള്ള ഓപ്ഷൻസും തന്നിട്ടുണ്ട്. അത് ഞാനൊക്കെ എപ്പോഴും പ്ലസന്റ് ആയിട്ട് സംസാരിച്ച് തീർക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. മാത്തുക്കുട്ടിയുടെ ഇന്റർവ്യൂ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. വളരെ പോസിറ്റീവായിട്ട് നമുക്ക് വളരെ പ്ലസന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ചിരിച്ച മുഖത്തോടു കൂടി സംസാരിക്കുന്നു. അവിടെ ഒരു വലിയ ഒരു ക്രോസ് ക്വസ്റ്റ്യനിങ് അല്ലെങ്കിൽ ഒരു പ്രതിക്കൂട്ടിൽ നിർത്തി ചോദ്യം ചെയ്യുന്ന സ്വഭാവം ഇല്ലാത്ത ഇന്റർവ്യൂകൾ ചെയ്യുന്നു മാത്തുക്കുട്ടി. കീപ് ഇറ്റ് അപ്പ്, ഓൾ ദ ബെസ്റ്റ് മാത്തുക്കുട്ടിക്ക്. കാശ് എന്നാ പറയില്ലത്, കാശൊന്നും തന്ന് വിലക്കെടുക്കാൻ പറ്റില്ല. അപ്പോഴും നന്ദഗോപാൽ മാരാരുടെ തട്ട് കമ്മട്ടം, അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇനി മാത്തുക്കുട്ടി ചോദിച്ച കാര്യം ഫ്രീ ആയിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത്. അപ്പൊ ഞാനൊരു 2 ശബ്ദങ്ങൾ അനുകരിക്കാം. 2 മുൻ മുഖ്യമന്ത്രിമാര്, 2 പ്രതിപക്ഷ നേതാവുമാര് എന്നൊക്കെ പറയാവുന്ന ആൾക്കാരാണ്. അവരുടെ ശബ്ദം അനുകരിക്കാം. അവരുടെ ഒരു ഈയിടയ്ക്ക് അടുത്ത കാലത്ത് സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു ഡയലോഗ് നമുക്ക് അവരെ കൊണ്ട് പറയിക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ. അത് തഴുകുന്ന പുഴയ്ക്കും നിൽക്കുന്ന ക്യൂവിനും മദ്യത്തിന്റെ മണമുള്ള ബിവറേജ് അത് മാറ്റരുതെന്ന് പറഞ്ഞു. പക്ഷെ മാറ്റി. They were prepared and they were strong. മിസ്റ്റർ ഉമ്മൻ കണ്ടിട്ട് കുടിക്കുന്ന ആളാണെന്ന് തോന്നുന്നില്ല. Where the smoke is going up, and nothing really matters in this lonely